പ്രിയപ്പെട്ടവർ, ഒത്തിരി സന്തോഷമുണ്ട്. ബിജിലിച്ചൻ എന്നോട് വിളിച്ചു പറഞ്ഞു, അച്ഛാ 30-ാം തീയതി പ്രോഗ്രാമിന് ആളുകളെ ആഗമനകാലത്തിൽ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുക്കണമെന്ന്. ഒത്തിരി സന്തോഷത്തോടെയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ തന്നെ സ്ഥാപിച്ച സ്ഥാപനത്തിൽ ഒന്നിരുന്ന് നിങ്ങളെ കാണാനുള്ള ഭാഗ്യം കിട്ടിയതിന്. കുർബാനയുടെ സമയത്ത് ഞാൻ നിന്നെങ്കിൽ അത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്കറിയത്തില്ല, അഭ്യാസം ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ബൈബിൾ നോക്കാനോ ഒന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് ഇരിക്കുന്നത്. എനിക്ക് നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ പറ്റാഴികയല്ല, പക്ഷേ പിടുത്തം കിട്ടില്ല, ഞാൻ മറിഞ്ഞു വീഴും. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എനിക്ക് ഇരുന്നുകൊണ്ട് ധൈര്യമായിട്ട് പോലും പറയാൻ പറ്റും. അതുകൊണ്ടാണ് കുർബാനയുടെ സമയത്ത് കൂടുതൽ വേർത്ത് മസിൽ പിടിച്ച് ടെൻഷനായിട്ടാണ് അവിടെ നിൽക്കുന്നത്. എങ്കിലും കുർബാനയുടെ പ്രസംഗം നിന്നുകൊണ്ട് പറയുമ്പോൾ അതിൻ്റേതായ മഹത്വമുണ്ട്, തേജസ്സുണ്ട്, അനുഗ്രഹമുണ്ട്. ഒത്തിരി സന്തോഷം തോന്നി. ഒരു പെങ്ങൾ വന്ന് പറഞ്ഞത് 1994, 2 തവണ ഇംഗ്ലീഷിൽ പറഞ്ഞോളൂ, നിങ്ങൾക്ക് തിരിഞ്ഞു കാണുകയില്ല. 1994 ഞാൻ അവൾക്ക് ഷാർജാക്ക് കത്തെഴുതിയെന്നും ആ കത്ത് വഴി അവൾ പ്രാർത്ഥിച്ച് ചോദിച്ചെല്ലാം കിട്ടിയെന്നുള്ള സാക്ഷ്യം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾക്കറിയാം, ഞാൻ 1976 മുതൽ ധ്യാനിപ്പിക്കാൻ തുടങ്ങിയതാണ്. ലോകത്തിൻ്റെ എല്ലാ ദേശങ്ങളിലും പോകുന്നത് കർത്താവിൻ്റെ വചനവുമായിട്ട്. ഇന്ന് ഈ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഈ വേദനയും സഹനവും എല്ലാം ഉണ്ടെങ്കിലും പോകുന്നത് ഇന്ന് കേട്ട ആ ഒന്നാമത്തെ വായനയുടെ അർത്ഥമാണ്. അതായത് കർത്താവിൻ്റെ വചനം എല്ലാവർക്കും കൊടുക്കുക, അങ്ങനെ യേശുവിൻ്റെ നാമം പ്രഘോഷിക്കുക. ഈയിടെ നിങ്ങൾ കണ്ടു, അതായത് അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപ് വളരെ ശക്തമായിട്ട് കർത്താവിൻ്റെ നാമം പ്രഘോഷിച്ചതും എങ്ങനെ അവൻ ജയിച്ചു. മാത്രമല്ല, തിന്മയെ അതിജീവിക്കാനുള്ള പല പല പ്രക്രിയകളും ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. നമുക്ക് ദാവീദ് ഗോലിയാത്തിനെ കൊന്നത് അവിടുത്തെ നാമം വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്. അവിടുത്തെ നാമത്തിലായിരുന്നു ശക്തി. ഈ ശക്തി എല്ലാ ജനങ്ങൾക്കും ലഭിക്കണമെങ്കിൽ നമ്മൾ അവനെ പ്രഘോഷിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ. നാം തന്നെ അവനെ പ്രഘോഷിക്കണം എവിടെയും. കർത്താവ് പറഞ്ഞല്ലോ, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ പ്രഘോഷിക്കുന്നവനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ പ്രഘോഷിക്കും. അതുപോലെ മറ്റുള്ള മുമ്പിൽ നിങ്ങൾ പ്രഘോഷിക്കുന്നില്ല എങ്കിൽ പിതാവിൻ്റെ മുമ്പിൽ ഞാനും പ്രഘോഷിക്കുകയില്ല എന്ന് ആ കർത്താവിൻ്റെ വചനം മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 32-33 നിങ്ങൾക്കറിയാം. പ്രിയമുള്ളവർ, അങ്ങനെ നമ്മൾ മാത്രം പോരാ, നമ്മൾ സ്വാർത്ഥതയല്ല, എല്ലാവരും അവിടുത്തെ അറിഞ്ഞ് അവിടുത്തെ നാമം പ്രഘോഷിക്കുന്നതായി മാറിയെങ്കിലേ ഈ രക്ഷയുണ്ടാവൂ. നമ്മളിപ്പോൾ യുദ്ധം മാറാൻ പ്രാർത്ഥിക്കുന്നു, ബോംബ് പൊട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു, ലോകത്തിലെ പ്രശ്നങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രശ്നത്തിലെല്ലാം പരിഹാരമായിട്ടാണ് പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനായ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. അവിടുന്ന് അവനിൽ മാത്രം രക്ഷ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ വേറൊരുവൻ്റെ നാമത്തിലും രക്ഷയില്ല എന്ന് അപ്പസ്തോലന്മാരെ വിളിച്ച് പ്രഘോഷിച്ചു. നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പസ്തോല പ്രവർത്തനം 4:12. ഈ പ്രഘോഷണം ഇന്ന് ഇല്ല. അതാണ് സത്യം. കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ ധ്യാനമൊക്കെ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒരു വലിയ പ്രഘോഷണത്തിലേക്ക് ലോകം കടന്നിട്ടില്ല. ക്രിസ്ത്യാനികൾ കടന്നിട്ടില്ല. അത് കടന്നെങ്കിൽ മാത്രമേ ഈ ലോകം രക്ഷിക്കപ്പെടൂ. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞത് നരകത്തിൽ പോകാതിരിക്കുന്നോ മാത്രമല്ല. പലരും അങ്ങനെ ഓർത്തിരിക്കുന്നത്. രക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കയത്തിലേക്ക് ചാടുന്ന ഒരു കുട്ടിയെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്, അല്ലേ? ആത്മരക്ഷയല്ല, പിന്നെയോ ശരീരത്തിൻ്റെ രക്ഷ. അപ്പം ശരീരത്തിൻ്റെയും ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെയും രക്ഷ, സുസ്ഥിരത മുഴുവൻ കർത്താവിൻ്റെ നാമത്തിലാണേ. ഹല്ലേലൂയ. ഇത് ബോധ്യമുള്ളവരായിട്ട് നമ്മൾ പ്രഘോഷിക്കണം. ഇനിയും മക്കളെ, ഈ ക്രിസ്മസിനെ പറ്റി ധ്യാനിക്കുമ്പോൾ ആഗമനകാലം എന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്ന കാലം. ഹല്ലേലൂയ. കർത്താവ് മന്നമായി ഈ ലോകത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു. ആഗമനം ആണ്. അഡ്വന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ നോയമ്പുകാലം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമാണ്. ഹല്ലേലൂയ. ഇവിടെ നോയമ്പാണ്. ഒരു നേരമൊക്കെ നിന്ന് കള്ളുകൂടിയെല്ലാം നിർത്തി, ബീഡികളെല്ലാം നിർത്തി, തലയെല്ലാം പടലിലോ ഇങ്ങനെ അയ്യോ പാവേന്നും പറഞ്ഞ് നടക്കുക. എന്നിട്ട് എനിക്ക് നോയമ്പാണ് 25 ദിവസം എന്ന് പറയുന്നത്. പ്രിയമുള്ളവർ, നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം, എന്താണ് ഈ ആഗമനത്തിൻ്റെ അർത്ഥം. ഇവിടെയാണ് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ക്രിസ്തീയത മറ്റു മരങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഞാൻ ഒരിക്കലും ക്രിസ്തു മതമെന്ന് പറയില്ല. മരത്തിൻ്റെ പ്രക്രിയകൾ എല്ലായിടത്തും ഉണ്ട്. കൊട്ടയും കുരവയും ചെണ്ടയും മേളവും കഴുന്നും തുലാഭാരവും എല്ലാം അത് മരത്തിൻ്റെയാണ്. എനിക്കത് ഇഷ്ടവുമില്ല, നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുകയില്ല. നമ്മൾ ഒരു മതമല്ല, നമ്മൾ ഒരു വഴിയിലാണ്, യേശുവാകുന്ന വഴിയിൽ. ഹല്ലേലൂയ. ഈശോ പറഞ്ഞില്ലേ, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു.
യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:6 നിങ്ങൾക്കെല്ലാം ഹൃദയസ്ഥമായിട്ടറിയാം. അപ്പോൾ ആ വഴിയിൽ ജീവിക്കുന്നവർ, അതുകൊണ്ടാണ് ആദ്യകാലത്ത് ക്രിസ്ത്യാനികളെ കേരളത്തിൽ വിളിച്ചത് മാർഗവാസികൾ എന്നായിരുന്നു. യേശുവിൻ്റെ മാർഗത്തിൽ, അത് അപ്പസ്തോല പ്രവർത്തനത്തിലുമുണ്ട്. അതായത് പൗലോസ് അപ്പസ്തോലൻ ശൗലായിരുന്ന കാലത്ത് വഴിയിലായിരുന്നവരെ, മാർഗത്തിലായിരുന്നവരെ, യേശുവിൻ്റെ മാർഗത്തിലായിരുന്നവരെ പീഡിപ്പിച്ചത്. ഹല്ലേലൂയ. നമ്മൾ വഴി വന്നിട്ടില്ല, അതാ കുഴപ്പം. നമ്മൾ വഴി വക്കിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ വഴിയാകുന്ന യേശുവിലേക്കുള്ള ഒരു വരവ് ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായേ മതിയാവും. പ്രിയപ്പെട്ട, ഇവിടെയാണ് ഈ ക്രിസ്തുവിൻ്റെ മാർഗം, ക്രിസ്തുവിൻ്റെ വഴി, ഒറ്റ വാക്കിൽ ക്രിസ്തീയത, ക്രിസ്ത്യാനിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് മറ്റ് മതങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തം ആണ്. എന്താണ് മതങ്ങളിൽ കാണുന്നത്? പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ, നേർച്ച കാഴ്ചകൾ, ബലികൾ അർപ്പിച്ച് കർത്താവിനെ, ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള മസിൽ പിടുത്തം യജ്ഞമാണ് മതങ്ങൾ ചെയ്യുന്നത്. എന്നാൽ എന്താണ് ക്രിസ്തീയത എന്ന് പറയുന്നത്? അത് മസിൽ പിടിച്ച് മനുഷ്യൻ അത് ദൈവത്തെ തേടി കണ്ടുമുട്ടുന്നതല്ല, പിന്നെയോ ദൈവം തൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ ഇങ്ങോട്ട് വരുന്നതാണ്. ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്ന ഒരു രീതിയാണ്, ഭാവമാണ് അത് ക്രിസ്തീയത എന്ന് പറയുന്നത്. അത് ഞാൻ ഉപയോഗിച്ചോട്ടെ ആ വാക്ക്. ക്രിസ്തു മതത്തിൽ അത് നമ്മൾ മസിൽ പിടിച്ച് കർത്താവിലേക്ക് പോകാൻ നോക്കുകയല്ല, പിന്നെയോ യേശു മസിൽ പിടിച്ച് അവസാനത്തെ തുള്ളി ചോര പോലും ചിന്തി നമ്മളെ തേടി കണ്ടുമുട്ടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചരിത്രത്തിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ദൈവസാന്നിധ്യം അനുഭവിച്ചു ആദവും ഹവ്വായും. അതാണ് പറുദീസ എന്ന് പറഞ്ഞ ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് ഒരിക്കൽ നടക്കാനായിട്ട് വൈകുന്നേരം സന്ധ്യ നടക്കാനായിട്ട് ഈശോ വന്നപ്പോൾ, കർത്താവ് വന്നപ്പോഴാണ് ആദ്യത്തെ കണ്ടില്ല, ഹവ്വായും കണ്ടില്ല, രണ്ടുപേരും ഒളിച്ചിരിക്കുകയായിരുന്നു. ആ ഒളിച്ചിരിക്കാൻ കാരണം എന്ത്? പാപം, നിയമം ലംഘിച്ചതിൻ്റെ ഫലമായിട്ട് ആ സൗഹൃദം വെടിഞ്ഞു പോയി, നഷ്ടപ്പെട്ടു പോയി, ആ കൂട്ടായ്മ ഇല്ലാതെ പോയി ദൈവവുമായിട്ട്. ഇനി നമുക്ക് കാണാൻ സാധിക്കും, അന്നു മുതൽ മനുഷ്യൻ അന്വേഷിക്കുക ദൈവത്തെ. പഴയ നിയമം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും അത് മനുഷ്യനെ, ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനെ. എന്നാൽ അതേസമയം ദീർഘദർശികളിലൂടെ, പ്രവാചകന്മാരിലൂടെ വീണ്ടും വീണ്ടും പറഞ്ഞു, രക്ഷകൻ വരും, രക്ഷകൻ വരും, നിങ്ങളെ കണ്ടുമുട്ടും, നിങ്ങളെ രക്ഷിക്കുമെന്ന്. ആദ്യം തന്നെ പറഞ്ഞു. ഹവ്വ ചേച്ചിയും ആദം ചേട്ടനും പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ വാഗ്ദാനം കൊടുത്തു. നമ്മൾ വായിക്കുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം അധ്യായം 3 വചനം 15. ഒരു രക്ഷകൻ കന്യകയിൽ നിന്ന് പിറക്കും, അവൻ ഈ കനി ഭക്ഷിക്കുവാൻ പ്രേരിപ്പിച്ച പിശാചിൻ്റെ തല തകർക്കും. ഹല്ലേലൂയ. അതാണ് ആദ്യത്തെ പ്രവചനമെന്ന് നമുക്കറിയാം. അതിനുശേഷം വിവിധ പ്രവാചകന്മാരിലൂടെ കർത്താവ് വരും, ഒരുങ്ങൂ എന്ന് പറഞ്ഞു. പക്ഷെ മനുഷ്യൻ അത് മസിൽ പിടിച്ച് അന്വേഷിക്കുകയാണ് കർത്താവിനെ. നരബലി വരെ ഉണ്ടായിരുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ. അതുപോലെ തന്നെ ആടിനെയും കുഞ്ഞാടിനെയും ഒക്കെ ബലി കഴിക്കുക, അല്ലെങ്കിൽ ഒത്തിരി നേർച്ചകൾ കാഴ്ചകൾ വയ്ക്കുക. ഇത് കണ്ട ദൈവം, അതെ പിതാവാ ദൈവം കാണുകയാണ് ഈ മനുഷ്യൻ്റെ അന്വേഷണം. അപ്പോൾ മനസ്സിലായി, ഇവന്മാരെത്ര മസിൽ പിടിച്ച് അന്വേഷിച്ചാലും എന്നെ കണ്ടെത്തില്ല. ഹല്ലേലൂയ. അതെ, എന്നെ കണ്ടെത്തണമെങ്കിൽ അവർക്ക് ഒരു രൂപം കാണണം. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരൂപം കാണണം. ആ പഞ്ചേന്ദ്രിയം ഉള്ളവരാണ്, കണ്ണും മൂക്കും അത് നാക്കും ത്വക്കും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ എങ്കിൽ മാത്രമേ അവർക്ക് അത് എന്നെ കണ്ടുമുട്ടാൻ കഴിയൂ. കാരണം ഞാൻ അരൂപിയാണ്. ഹല്ലേലൂയ. അരൂപിയ എന്നെ കണ്ടെത്തി എന്നോടുകൂടി സഹവസിക്കുവാൻ അവരെത്ര പരിശ്രമിച്ചാലും ഈ ലോകത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം സാധ്യമല്ല എന്ന് പിതാവാ ദൈവം കണ്ടു. ആ നിമിഷമാണ് അത് പിതാവ് നിശ്ചയിക്കുന്നത്. എന്ത്? തൻ്റെ ഏകജാതനെ, യേശു പിതാവിനോടുകൂടി നിത്യമായിരിക്കുന്ന വചനത്തെ മാംസമാക്കി എന്ന് പറഞ്ഞാൽ മനുഷ്യനാക്കി നമ്മുടെ ഇടയിലേക്ക് അയക്കുവാൻ. ഹല്ലേലൂയ. അതെ, യേശു മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവനെ നമ്മൾ കണ്ടെത്തില്ലായിരുന്നു. ഇന്നും അല്ല, പലയിടത്തും ആളുകൾ അന്വേഷിക്കാൻ അരൂപിയിൽ ദൈവത്തെ കണ്ടെത്താൻ പറ്റുന്നില്ല. എന്നാൽ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാർ. പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് പിറന്ന ദൈവത്തെ മനുഷ്യനായി കാണുന്നു. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. ഹല്ലേലൂയ. ഇനിയും വളരെ മനോഹരമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ ദൈവികത്വം മുഴുവനും മറച്ചു വെച്ചുകൊണ്ട് ഒരടിമയെപ്പോലെ ഒരു മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിൽ അവൻ പിറന്നു. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 5-ാം വചനം അതാണ് പറയുന്നത്.
അതായത് തൻ്റെ സർവ്വമഹത്വങ്ങളും വേണ്ട എന്ന് വെച്ചുകൊണ്ട്, ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മനുഷ്യനായി പിറന്നു. വെറും മനുഷ്യനായിട്ടില്ല, ഒരടിമയെപ്പോലെ എന്ന്. അടിമയുടെ പണിയായിരുന്നു കാല് കഴുകുന്നത്. അതുകൊണ്ടാണ് അടിമയെപ്പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയും അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാൻ. നമ്മുടെ അടിമത്തം എന്താണ്? പാപത്തിൻ്റെ അടിമത്തം. യോഹന്നാൻ 8:34, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമ. ഹല്ലേലൂയ. അപ്പോൾ ഈ അടിമകളെ രക്ഷിക്കുവാൻ സ്വയം ഒരടിമയാകുന്നു, ഒരു മനുഷ്യനായി പിറക്കുന്നു അമ്മ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ. ഈ വലിയ സംഭവമാണ് നമ്മൾ ക്രിസ്മസിന് ആഘോഷിക്കുന്നത് എന്നോർക്കണം. അതായത് തമ്പുരാൻ്റെ മനുഷ്യരിലേക്കുള്ള വരവ്, അതാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അവസാനമായിട്ട് യോഹന്നാൻ മാപ്നാനായിൽ കൂടിയാണ് പ്രവചനം കൊടുത്തത് അവൻ്റെ വരവിനെപ്പറ്റി. മാത്രമല്ല ഒരുങ്ങാനായിട്ട് അവനെ അയച്ചത്, ഒരുങ്ങുന്ന അവനെ സ്വീകരിക്കുവാൻ. നമ്മൾ വായിക്കുന്ന ഭാഗങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ഞാൻ പറയുന്നത്, പുതുതായിട്ടൊന്നും എനിക്ക് പറയാനില്ല. നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ വചനം മാംസമായി വസിച്ചു, എന്നാൽ സ്വന്തക്കാർ അവനെ സ്വീകരിച്ചില്ല. ഹല്ലേലൂയ. സ്വന്തം ആളുകളുടെ ഇടയിലേക്ക് അവൻ വന്നുവെങ്കിലും സ്വകീയർ അവനെ സ്വീകരിച്ചില്ല. ഹല്ലേലൂയ. ഇത് ചിന്തിക്കണം. ഇനിയും ഇത് വായിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും വചനത്തെ ധ്യാനിക്കുമ്പോൾ ഓർക്കണം, ഇത് പഴയ കാര്യത്തിൻ്റെ കാര്യം പറയുന്ന ചരിത്രമല്ല ദൈവവചനം. ദൈവവചനം ജീവിക്കുന്നതും മൂർച്ചയുള്ളതുമാണ്. ഇന്നും ഈശോ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈശോയുടെ വചനം വന്നുകൊണ്ടിരിക്കുന്നു, അഥവാ വചനം മാംസമായി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളാണ് സ്വകീയർ, സ്വന്തക്കാർ. നമ്മൾ അവനെ സ്വീകരിക്കുന്നുണ്ടോ? സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവമക്കൾ ആകാനുള്ള അനുഗ്രഹം, കൃപ അവിടുന്ന് നൽകി. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 1:12. അപ്പോൾ ദൈവം മനുഷ്യനായി പിറന്നു, എന്നാൽ സ്വന്തമായുള്ളവരെ. അപ്പോൾ നമ്മളൊക്കെ ഓർക്കുന്ന എന്താണ്? ദൈവമേ, കർത്താവിനെ ഒന്ന് പറക്കാനായിട്ട് മാതാവ് ബത്ലഹേമിൽ ചെന്നപ്പോൾ അവരാരും ഒരു തൊഴുത്ത് പോലും കൊടുത്തില്ലല്ലോ ദൈവമേ. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതല്ല, എൻ്റെ ഹൃദയമാകുന്ന തൊഴുത്ത് ഹല്ലേലൂയ ഞാൻ വിട്ടുകൊടുത്തോ? അവനെ പിറക്കാൻ അനുവദിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, യേശുവിനെയും യേശുവിൻ്റെ ചരിത്രത്തെയും ഒരു ചരിത്ര പുരുഷനായി കാണാതെ ചരിത്രാതീതമായി കാണണം. ഹല്ലേലൂയ. യേശു ചരിത്രാതീതൻ ആണ്. യേശു സംഭവവും ചരിത്രാതീതമാണ്. ബൈബിൾ എഴുതിയിരിക്കുന്നതും ചരിത്രാതീതമാണ്. പല ക്രൈസ്തവരും, പ്രത്യേകിച്ച് നമ്മൾ കത്തോലിക്കർ, ഈ ചരിത്രം ആഘോഷിക്കലാണ് നടത്തുന്നത്. ഈ പുൽക്കൂടും അവിടെ എല്ലാം പശുവിനെ ആടിനെയൊക്കെ ഉണ്ടാക്കി വെക്കുന്നു, അവിടെ തോരണം വെച്ച് കെട്ടുന്നു, അല്ലെങ്കിൽ നക്ഷത്രം തൂക്കുന്നു. ഇതെല്ലാം ചരിത്രാഘോഷങ്ങൾ ആണ്. ഹല്ലേലൂയ. നമുക്കിതുവരെ ആ ചരിത്രത്തിൻ്റെ അതിര് കടന്ന് ചരിത്രാതീതനായി ഇന്നും എന്നിലേക്ക് വരുന്ന കർത്താവിനെ സ്വീകരിക്കാൻ ഒരു പക്ഷേ സാധിക്കുന്നില്ല എന്ന്. അതിന് കാരണമെന്ത്? ഈ മതത്തിൻ്റെ ചട്ടക്കൂട്ട്. നമ്മളും ഇതര മതങ്ങളെപ്പോലെ മതത്തിൻ്റെ ചട്ടക്കൂട്ടുണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളും കർത്താവിനെ കാണുന്നില്ല, കർത്താവിനെ സ്വീകരിക്കുന്നില്ല. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അന്ത്രയോസ് യേശുവിനെ കണ്ടുമുട്ടിയിരുന്നു. അപ്പോസ്തലന്മാരെല്ലാം കണ്ടുമുട്ടിയിരുന്നു. ആദിമ ക്രൈസ്തവർ യേശുവിനെ കണ്ടുമുട്ടിയിരുന്നു. ഇങ്ങനെ കണ്ടുമുട്ടാനുള്ള അവസരം നമ്മുടെ തിരുസഭയിൽ, ഞാൻ പറയുന്നില്ല ക്രിസ്തുമതം, പിന്നെയോ അത് തിരുസഭയാണ്. ഹല്ലേലൂയ. നമ്മൾ തിരുസഭയാണെന്ന് പറഞ്ഞാൽ ക്രിസ്തു മതം എന്ന വാക്കേ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ പറയും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. നിങ്ങളാണ് ആ സഭ, ഞാനും ആ സഭയിലുണ്ട്. നമ്മളെല്ലാം കൂടെ ചേർന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആ സഭ. ഏതുവിൻ്റെ മൗതിക ശരീരമെന്ന് നമ്മൾ വേദപാഠത്തിൽ പഠിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ദ്രിയ ഗ്രഹണത്തിൽ പെടാത്തത്, ഇന്ദ്രിയത്തിന് അതീതമായിട്ട് എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ഹൃദയമുയർത്തുമ്പോൾ മാത്രം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ. ഹല്ലേലൂയ. ഇവിടെയാണ് ഈശോ പിറക്കുന്നത്. പുൽക്കൂട്ട് കണ്ണും മണ്ണും തടിയും കൊണ്ടുണ്ടാക്കുന്ന പുൽക്കൂട്ടിലല്ല ഈശോ പിറക്കുന്നത്. അത് നമുക്കറിയാം. മഹാത്മജി തന്നെ, നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞ പോലെ 10,000 പുൽക്കൂടുകളിൽ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിയ ഉണ്ണീശോയെ വെച്ചാലും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ണീശോ പിറന്നില്ല എങ്കിൽ ക്രിസ്മസ് ഇല്ല എന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ഹിന്ദുവായിരുന്ന അദ്ദേഹം ക്രിസ്ത്യാനികളെ നോക്കി പറഞ്ഞതാണ്. നമ്മൾ പലപ്പോഴും അപ്രകാരം കുറേ ആഘോഷങ്ങളും കുറേ കർമ്മങ്ങളും പ്രക്രിയകളും ലൗകിക രീതിയിൽ ചെയ്തുകൊണ്ട്
ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് പലപ്പോഴും അത് കള്ളു കുടിക്കണ്ടെന്ന് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇറച്ചി തിന്നണ്ടെന്ന് വെക്കുന്നത്. ഇതൊക്കെ ആ മതത്തിൻ്റെ ഭാഗങ്ങൾ ആണ്. വാസ്തവത്തിൽ ഈ 25 ദിവസങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതം മുഴുവനും നമുക്ക് യേശുവിനെ കണ്ടുമുട്ടുന്ന ആയിരിക്കണം. ഈശോ വന്നെന്തിനാണ്? നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തി രക്ഷിക്കുവാനായിട്ട്. ലൂക്ക 19:20 ലൂക്ക 19:10 പറയുന്നു, നഷ്ടപ്പെട്ടു പോയതിനെ. നാം എല്ലാവരും നഷ്ടപ്പെട്ടു പോയവർ ആയിരുന്നു. അപ്പോൾ നമ്മളെ കണ്ടെത്താനായിട്ടുള്ള വരവ് ഇവിടെയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കേണ്ടത്, എവിടെയാണ് നമ്മൾ ഈശോയെ നഷ്ടപ്പെടുത്തിയത്? അതാണ് ഈ പാപം എന്ന് പറയുന്നത്. യേശുവിനെ എവിടെ നഷ്ടപ്പെടുത്തി? ഒരു പക്ഷെങ്കിൽ വേദന, ദുഃഖം, സങ്കടം വന്നപ്പോൾ ദൈവമേ കർത്താവിനെ കൈവിട്ടോ എന്നോർത്ത് നിരാശപ്പെട്ട മ്ലാനതയിലേക്ക് പോയ പാപമായിരിക്കാം. എത്രയോ പേരാണ്. ഇന്ന് രാവിലെയും എത്ര പേരെ ഞാൻ കണ്ടെന്നറിയോ? 8 മുതൽ ഇവിടെ വരുന്നിടം വരെ അവിടെ ഇരിക്കുകയായിരുന്നു ആളുകളെ കാണാൻ. അവരൊരു പക്ഷേ വ്യഭിചാരം ചെയ്തില്ല, അശുദ്ധ്യപാപം ചെയ്തില്ല, കള്ളു കുടിച്ചിട്ടില്ല, തല്ലിയിട്ടില്ല, കൊന്നിട്ടുമില്ല. എല്ലാവർക്കും മ്ലാനത. ഡിപ്രഷൻ, അതാ വാക്ക് ഇംഗ്ലീഷിൽ. ഇന്നത് ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം. ഡിപ്രഷൻ അഭിമാനമായിട്ടാണ് പറയുന്നത്. പണ്ടൊക്കെ VIP രോഗം എന്ന് പറഞ്ഞ പോലെ എനിക്ക് പ്രഷറാണ്, എനിക്ക് അല്ലെങ്കിൽ ഷുഗർ എന്നൊക്കെ പറയുമ്പോൾ VIP രോഗമായിരുന്നു, മുന്തിയവർക്കുള്ളൂ, പണക്കാരുടെ സൂക്കേട് എന്ന് പറഞ്ഞ് ഇപ്പോൾ പണക്കാരുടെ ഒരു രോഗമാണ് അത് ഡിപ്രഷൻ. നമുക്ക് കാണാൻ സാധിക്കും ഏറെ പേരുടെ മുഖത്തു നിന്നും സന്തോഷം പോയി, മ്ലാനത. അതിന് കാരണം എന്ത്? യേശു കൂടെയില്ല. ഹല്ലേലൂയ. യേശു കൂടെയുണ്ട്. യേശുവിനെ കണ്ടുമുട്ടിയ ഒരാൾക്ക് എങ്ങനെ മ്ലാനനായിരിക്കാൻ പറ്റും? ഇന്ന് ഞാനൊരു പെൺകുട്ടിയോട് വഴക്കുണ്ടാക്കിയതിൻ്റെ പേരിൽ, അച്ഛാ എനിക്ക് മ്ലാനത, വെറും 18 വയസ്സേ ഉള്ളൂ. എൻ്റെ പെണ്ണെ, നിൻ്റെ കൂടെ ഈശോ ഇല്ലേ? നീ മാമോദിസ സ്വീകരിച്ചല്ലേ കുർബാന കഴിക്കുന്നത്? ഉണ്ടച്ചാ, എന്നാലും മ്ലാനത. എന്താ കാര്യം? പരീക്ഷയ്ക്ക് തോറ്റുപോയി, അല്ലെങ്കിൽ അക്കരയ്ക്ക് ജർമ്മനിക്ക് പോകാൻ പറ്റുകയില്ല എന്നുള്ള മ്ലാനത. അപ്പം കിട്ടാത്തതിലുള്ള പരാതി വെച്ചുകൊണ്ട് സങ്കടം പെറുന്നു. അങ്ങനെയുള്ളവർക്ക് ഈശോ ഇല്ല എന്ന് ഞാൻ പറയും. എന്താണ് പൗലോസ് പറഞ്ഞത്? സദാ സന്തോഷിക്കുവിൻ, കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുവിൻ. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. ഹല്ലേലൂയ. എപ്പോഴ്? രോഗം മാറുമ്പോഴല്ല, പണം കിട്ടുമ്പോഴല്ല, ജോലി കിട്ടുമ്പോഴല്ല, മകളും അയർലൻഡിനോ യൂറോപ്പിനോ പോകുമ്പോഴല്ല സന്തോഷം. എൻ്റെ വേദനയിലും സങ്കടത്തിലും ഇല്ലായ്മയിലും കൂടി എൻ്റെ ഈശോയെ ഞാൻ കണ്ടെത്തുന്നു. അതിലേക്ക് വരുന്ന ഈശോ പാപികളെ തേടി വന്നു. നമ്മളിപ്പോൾ പാടുകയുണ്ടായി, പാപികളെ തേടി വന്ന എന്ന ഗാനം കുർബാനയുടെ സമയത്ത്. ഇപ്പോഴും പാപിയെ തേടി വരികയാണ്. രോഗിയാണോ? ഇതാ തേടി വരുന്ന ഒരു കർത്താവുണ്ട്. നീ കുരുടനാണോ, അന്ധനാണോ, നടക്കാൻ വരികയോ, തേടി വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നീ ഒന്ന് കണ്ടുമുട്ടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഞാൻ ഇരിക്കുന്നത് ഏത് വേദനയിലാണ് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഓരോ ഞരമ്പിനും ഓരോ മജ്ഞയ്ക്കും വേദന. നേഴ്സുമാർ, അവൾ നേഴ്സായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഷാർജയിൽ നിന്ന് വന്ന പെൺകുട്ടി അല്ലേ? എങ്കിൽ അറിയാം ന്യൂറോപ്പതിക് പെയിൻ, അതായത് ഞരമ്പിൻ്റെ വേദന എന്താണെന്ന്. കുത്തിപ്പറിക്കുന്ന വേദനയാണ്, മരുന്നൊന്നുമില്ല. 14 വർഷമായി ഈ രോഗം വന്നിട്ട് എന്നോർക്കണം. കിടക്കുമ്പോൾ, ലംബമായി കിടക്കുമ്പോൾ മാംസം പറഞ്ഞു പോകുന്ന വേദനയാണ്. ഉറക്ക ഗുളിക എടുത്താലേ ഉറങ്ങാൻ പറ്റൂ, പക്ഷേ ഞാൻ എടുക്കില്ല. അതുകൊണ്ട് ഉറക്കവുമില്ല. ഇനി മാത്രമല്ല, നിങ്ങൾക്കറിയാം നിൽക്കാൻ മേല, എനിക്ക് നടക്കാൻ മേല. മാത്രമല്ല നിങ്ങൾക്കറിയാം എൻ്റെ ശരീരത്തിൽ മുറിവുകളൊക്കെ ഉണ്ട്, ചോര ഒഴുകും, വേദനയുണ്ട്. എന്നാലും നിങ്ങൾ എൻ്റെ മുഖത്ത് എപ്പോഴും മ്ലാനത കണ്ടിട്ടുണ്ടോ മക്കളെ? ഞാൻ സന്തോഷിക്കും, എൻ്റെ കർത്താവിൽ സന്തോഷിക്കും. ഈ വേദന നടുവിൽ ഞാൻ കർത്താവിനെ കാണുന്നു. കാരണം എന്നിലേക്ക് സ്നേഹമായി എഴുന്നള്ളി വരുന്ന കർത്താവിനെ ഞാൻ കാണുന്നു. ആ കർത്താവാണ് എൻ്റെ ബലം. ഹല്ലേലൂയ. ഇതൊക്കെ കരിസ്ഭവനിൽ വന്നും കരിസ്മാറ്റിക് പ്രാർത്ഥന കർത്താവിൻ്റെ ആശയം, കർത്താവിൻ്റെ ബലം, കർത്താവ് എന്തെല്ലാം പാട്ടൊക്കെ മാട്ട് പാടുന്നത് ആ സിബിയുടെ കൂടെ ചേർന്നുകൊണ്ട്. പാടിയിട്ടൊന്നും കാര്യമില്ല. ആ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അനുഭവിക്കണം. ഇതിനതീതമായിട്ട് എൻ്റെ കൂടെ നടക്കുന്ന എമ്മാനുവേൽ, ദൈവത്തിൻ്റെ പേരതാ, ഈശോയുടെ പേര് എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അപ്പോൾ ഇതാ കൂടെ വസിക്കുന്ന ഒരു ദൈവം, ഇത് എനിക്ക് അനുഭവവേദ്യം ആക്കണം. ഏത് സന്ദർഭത്തിലും ഏത് സങ്കടങ്ങളിലും എന്നെ കാക്കുന്ന, എന്നെ സഹിക്കുന്ന, എൻ്റെ കൂടെ നടക്കുന്ന ഒരു തമ്പുരാൻ.
അപ്പോൾ ഈ വേദനയെല്ലാം മറികടന്നുകൊണ്ട് ഇതിനതീതമായി കർത്താവിൽ സന്തോഷിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കർത്താവിൽ ശക്തി സംഭരിക്കാൻ കഴിയും. നിങ്ങൾക്കറിയാം, നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. ഈ ഇതും വെച്ചുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ 6 മാസത്തിനിടെ 19 രാജ്യങ്ങളിൽ പോയി. 19 രാജ്യങ്ങളിൽ പോകണമെങ്കിൽ 4 തവണ പ്ലെയിനിൽ പോകണം. ഒരിടത്ത് പോകാൻ, ഒരു രാജ്യത്ത് പോകാൻ 2 ഫ്ലൈറ്റ് കയറിയാണ് അങ്ങോട്ട് പോകുന്നത്, 2 ഫ്ലൈറ്റ് തിരിച്ചു വരുന്നു. മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും, ഒരു മനുഷ്യൻ 80 അടുത്ത മനുഷ്യൻ അടുത്ത വർഷം ഞാൻ 80 ആകുകയാണ്. പ്രിയമുള്ളവരെ, ഇതെല്ലാം വെച്ചുകൊണ്ട് പോകുന്നതിന് കാരണം എന്തെന്നറിയാമോ? ഞാൻ ഈശോയെ കണ്ടുമുട്ടി. ഹല്ലേലൂയ. ആ കണ്ടുമുട്ടിയത് കൊണ്ട്, ആ കണ്ടുമുട്ടി ഈശോയെ മറ്റുള്ളവർക്ക് ഇപ്പം ഞാൻ നിങ്ങൾക്ക് തരുന്ന പോലെ തരാനുള്ള തീഷ്ണത കൊണ്ടാണ് പോകുന്നത്. അത് വേറൊരു സന്തോഷവും ഇല്ല, വേറൊരു സന്തോഷവും അതിലില്ല. ഈശോയെ കൊടുക്കുന്നതിൽ ഉള്ള ആ സന്തോഷം. ആരെങ്കിലും ഒരാളെങ്കിലും തൻ്റെ വേദനയിൽ, സങ്കടത്തിൽ, തൻ്റെ ഇല്ലായ്മയിൽ ഈശോയെ കണ്ടുമുട്ടി യേശുവെ സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് അവനിലേക്ക് മനസ്സ് തിരിഞ്ഞു വരിക. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ 1 യോഹന്നാൻ എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം, 1 യോഹന്നാൻ 4-ാം അധ്യായം വചനം 8. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകജാതൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. അടുത്ത വചനം നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വന്തം പുത്രനെയും അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം കർത്താവാണ് ആ സ്റ്റെപ്പ് എടുത്തത് നമ്മളെ സ്നേഹിക്കാൻ, നമ്മളല്ല, മനുഷ്യനല്ല. മനുഷ്യൻ കാഴ്ചയും ആടിനെയും കുഞ്ഞാടിനെയും ഒക്കെ കൊന്ന് രക്തമൊക്കെ തളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നമ്മളെ സ്നേഹിക്കാൻ, നമുക്ക് സ്നേഹം തരുവാൻ മുൻകൈ എടുത്തത് ആരാണ്? തമ്പുരാൻ, ദൈവം. ഹല്ലേലൂയ. അതാണ് തൻ്റെ ഏകപുത്രനെ അയക്കുന്ന ആ സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ധ്യാനിക്കേണ്ടത്. ഇവിടെയാണത് ധ്യാനിക്കാനൊരു അധ്യായം നിങ്ങൾക്ക് വീട്ടിൽ പോയി വായിക്കാം. ലൂക്ക എഴുതിയ സുവിശേഷത്തിൻ്റെ അധ്യായം 15. നമുക്കറിയാം, അത് മുഴുവൻ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു ദൈവത്തെയാണ് ഇതിൽ കാണുന്നത്. ഒന്നാമത് ഒരു ഉപമയാണ്. ഒരു സ്ത്രീക്ക് നാണയം നഷ്ടപ്പെട്ടപ്പോൾ തൂത്തുവാരി ആ നാണയം കണ്ടെത്തുന്നു. അപ്പോൾ അയൽക്കാരെയെല്ലാം വിളിച്ച് സന്തോഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചിന്തിക്കണേ. അതായത് നഷ്ടപ്പെട്ടു പോയ എന്നെ കണ്ടെത്തുമ്പോൾ എനിക്കല്ല സന്തോഷം, തമ്പുരാനാ സന്തോഷം. ആ തമ്പുരാൻ്റെ സന്തോഷം പങ്കുവെക്കുന്നതാണ് എൻ്റെ സന്തോഷം. ഹല്ലേലൂയ. അതിനുശേഷം കർത്താവിൻ്റെ ആ 99 നല്ല ആടിനെയും ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പിന്നാലെ ഒരു പരക്കം പാച്ചിൽ, അല്ലേ? അത് 99നെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചെന്നാണ് പറഞ്ഞത്. ആരുപോലും ഇല്ലാതെ ഉപേക്ഷിച്ച പോവുക. എന്ത്? ഈ നഷ്ടപ്പെട്ടതിനുള്ള സ്നേഹം. ആ നഷ്ടപ്പെട്ട ആൾ ഞാനായിരിക്കാം, നീ ആയിരിക്കാം. ആ കർത്താവ് അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ എന്തെന്നു? കെട്ടിപ്പിടിച്ച് തോളിലേറ്റി കൊണ്ടുവരുന്ന ചുംബനം കൊടുത്തുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് കർത്താവിൻ്റെ വരവ്. അതിലേറ്റവും വലിയ മനോഹരമായ ഉപമ നമുക്കെല്ലാം അറിയാം, ധൂർത്തപുത്രൻ്റെ ഉപമ. എല്ലാം നശിപ്പിച്ച് മുടിച്ച് കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് നടന്ന ഒരു സഹോദരൻ. അവൻ മനസ്സിൽ ഒരു തീരുമാനമെടുക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പൊക്കോളാന്ന്. ഒരു തീരുമാനം. ആ തീരുമാനം കർത്താവ് കണ്ടു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കർത്താവിലേക്ക് ചെയ്യാൻ ഒരു ചെറിയ തീരുമാനം ഉള്ളിലെടുക്കുമ്പോൾ ദൈവം അത് കാണും. നമ്മൾ വായിക്കുന്നുണ്ട് പ്രഭാഷകൻ പുസ്തകം അധ്യായം 23:19. അവിടുത്തെ കണ്ണുകൾ 10,000 സൂര്യനേക്കാൾ പ്രഭയുള്ളതാണ്. ഹല്ലേലൂയ. നല്ല പട്ടുസാരി കൊടുത്ത് സ്വർണ്ണാഭരണമൊക്കെ ഇട്ട് പെയിൻറ്റ് പഠിച്ച് സുഗന്ധം അടിച്ചിവിടെ വന്നാലും കർത്താവ് നോക്കുന്നത് നിൻ്റെ ഉള്ളിലേക്കാണ്. ഹല്ലേലൂയ. എത്ര മറച്ചു വെച്ചാലും മറച്ചു പോകില്ല കർത്താവിൻ്റെ മുമ്പിൽ. ആ കണ്ണുകൾ കൊണ്ട് താഴേക്ക് നോക്കുന്നു, ഹൃദയത്തിലേക്ക് ഉറ്റുനോക്കുന്നു. നിൻ്റെ ഒരു കൊച്ചു ചിന്ത പോലും, നിൻ്റെ ഭർത്താവിനെ നീ ഇച്ചിരി വെറുക്കുന്നത്, അല്ല ആ തിരുസഭയെ കുറ്റം പറയുന്നത്, മെത്രാനെ തെറി പറയുന്നത്, ഇതെല്ലാം ചിന്തിച്ചത് പോലും അവിടുന്ന് കാണുന്നവനാണ് എന്നോർക്കണമേ. അപ്പോൾ ഈ ധൂർത്തപുത്രൻ ദൂരേന്ന് ഒരു ചിന്ത, എന്ത്?
എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ പേർ സുഭിക്ഷമായി കഴിയുന്നു. ഞാനിവിടെ പന്നിക്ക് കൊടുക്കുന്ന തവിടുന്ന് പോലും കിട്ടാതെ കഷ്ടപ്പെടുന്ന കർത്താവ്, ഞാൻ പോവും. ഒറ്റ തീരുമാനം. എന്നിട്ട് അവൻ പരക്കെ വരികയാണ്. അപ്പോൾ ബൈബിൾ പറഞ്ഞിരിക്കുന്ന വചനം നിങ്ങൾ ധ്യാനിക്കാം. ദൂരെ വെച്ച് അവൻ അവനെ കണ്ടു. ഹല്ലേലൂയ. അത് ദൂരെ വെച്ച് കാണുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പൻ നോക്കി നോക്കി ഇരിക്കുകയായിരുന്നു ഈ മകൻ്റെ വരവിനായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ദർശനം നൽകുവാൻ, സാന്നിധ്യം നൽകുവാൻ, ദൈവാനുഭവം തരുവാൻ നോക്കിയിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. മക്കളെ, എങ്കിൽ ഈ ആഗമന കാലം ആ നമ്മളെ തേടി വരുന്ന യേശുവിനെ കണ്ടുമുട്ടുന്ന സമയമായിരിക്കട്ടെ. ഒരു പക്ഷേ കണ്ടുമുട്ടാനായിട്ട് അനുതാപം ആവശ്യമായിരിക്കാം. അവിടെ പാപങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരും. അവിടെയാണ് ഈ കള്ള് വേണ്ടാന്ന് വയ്ക്കുന്നതിനർത്ഥം. അത് ഈ 25 കൊല്ലത്തെ അല്ല 25 ദിവസത്തെയോ 50 ദിവസത്തെ കുടിക്കാതെയല്ല, ഒടുക്കത്തെ കുടിയാ നിർത്തുക. ഹല്ലേലൂയ. അതെ, കർത്താവിനെ കണ്ട ഒടുക്കത്തെ മാറ്റം ഉണ്ടാക്കുക. അതാണ്. അതെ, കണ്ടുമുട്ടിയവരെല്ലാം മുഴുവനായിട്ട് രൂപാന്തരപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ അതാണ്. അതെ, ഏത് നോയമ്പായാലും, ഞാൻ നോയമ്പെന്ന വാക്ക് പറയാൻ എനിക്ക് ഇഷ്ടമില്ല. 50 നോമ്പ് പറഞ്ഞോട്ടെ, 25 നോമ്പ് നോയമ്പിൻ്റെ അവസരമല്ല, പിന്നെയോ യേശുവിനെ കണ്ടുമുട്ടുന്ന സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യൂറോപ്പിലായാലും അമേരിക്കയിലും അതെ ഈ 1-ാം തീയതി നാളെ മുതൽ ക്രിസ്മസ് ആഘോഷം തുടങ്ങും. നല്ലപോലെ ഇറച്ചിയും മീനൊക്കെ കൂട്ടി സന്തോഷിക്കുവർ. ഹല്ലേലൂയ. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, യേശുവിനെ കണ്ടുമുട്ടൽ ആണ് ആഗമന കാലമെന്ന് പറയുന്നത്. ക്രൂശിക്കലിൻ്റെ കാലമല്ല അത്. അതെ, പങ്കപ്പാടിൻ്റെ കാലഘട്ടം അല്ല. ആ കർത്താവ് പറഞ്ഞില്ലേ, മണവാളൻ കൂടെയുള്ളപ്പോൾ മണത്തോടവക്കാർ അത് ഉപവസിക്കുകയില്ല, സന്തോഷിക്കുകയുള്ളൂ. മണവാളൻ എടുക്കപ്പെടുമ്പോൾ ഉപവസിക്കപ്പെടുമെന്ന്. ആരാണ് ആ മണവാളൻ? ഇന്നും ജീവിക്കുന്നവനായ ഈശോ. നമുക്കറിയാം, ബൈബിൾ മുഴുവൻ ഈശോയും നമ്മളുമായി ബന്ധത്തെ പറഞ്ഞിരിക്കുന്ന മണവാട്ടി മണവാളൻ ബന്ധമാണ്. ആമേൻ. ഹല്ലേലൂയ. അതെ, ഉദാഹരണമായിട്ട് ഹണിമൂൺ ആഘോഷിക്കുമ്പോൾ ഉപവസിക്കുമോ? ഇല്ല. ഹണിമൂൺ ആഘോഷിക്കും, തിന്നും കുടിക്കുകയും ചെയ്ത് ആഘോഷിക്കും, സന്തോഷിക്കും. ഹണിമൂൺ തീരുമ്പോൾ അടിയും പിടിയും തൊഴിയും അല്ലേ, കുറ്റപ്പെടുത്തില്ല ആരംഭിക്കും. അപ്പോഴാണ് അതെ ഉപവസിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് പറയാണ്. അപ്പോൾ യേശു കൂടെയുള്ളപ്പോൾ ഒരു വ്യക്തിക്ക്, ഒരു ക്രിസ്ത്യാനിക്ക് ഹണിമൂണാ. ഹല്ലേലൂയ. ഇത് കണ്ടുപിടിക്കണം. അതാ ഞാൻ പറഞ്ഞ സന്തോഷം കണ്ടുമുട്ടൽ. അതെ, നമുക്കറിയാം, ദൂരെ വെച്ച് തന്നെ ദൂർത്തപുത്രനെ കണ്ടു. അപ്പോൾ പിതാവ് പടി ഇറങ്ങി വരിക. അവനിങ്ങോട്ട് വരട്ടെ, എൻ്റെ കാക്ക വേണം ക്ഷമ ചോദിക്കട്ടെ എന്നൊന്നും ചിന്തിച്ചത്. ആ സ്നേഹമുള്ള പിതാവ് താഴേക്കിറങ്ങി ചെല്ലുക മകനെ സ്വീകരിക്കാനായിട്ട്. എന്നിട്ട് കണ്ടപ്പോഴേ 2 വടിയെടുത്ത് 4 തൊഴി അടിയിടാൻ കൊടുത്തില്ലടാ, കുരുത്തം കെട്ടവനെ, നീ പോയി നശിച്ചു വന്നിരിക്കുന്നില്ല, മുടിച്ചെച്ചടാ, നിനക്കിവിടെ വരാനുള്ള യാതൊരു അർഹതയുമില്ല എന്ന് പറഞ്ഞ് ഷൗട്ടിങ്ങൊന്നും അല്ല കൊടുത്തത്. നേരെ പിടിച്ച് ചുംബിച്ചു. ഹല്ലേലൂയ. ആ പന്നിയുടെ കാഷ്ടത്തിൻ്റെ മണവും മൂത്രത്തിൻ്റെ മണവും എല്ലാം ഉണ്ടായിരുന്ന പട്ടിണി കിടന്ന ആ പട്ടിണിക്കുളത്ത് അതേ പടി പാപിയായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നഷ്ടപ്പെട്ട അവസ്ഥയിൽ തന്നെ പിടിച്ച് ചുംബിച്ചു. ഹല്ലേലൂയ. ഇതൊക്കെ മാതാപിതാക്കളൊന്ന് ചിന്തിക്കണം. ഈ അവസരത്തിൽ മക്കളൊക്കെ വഴിപെട്ടു പോയി എന്ന് പറഞ്ഞപ്പോൾ അതെ, മനസ്സിൽ എന്താ കിടക്കുന്നത്? ദുഃഖമാണോ, അരിശമാണോ, സ്നേഹമാണോ എന്ന് ചിന്തിക്കണം. അവർ പക്ഷേ തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അമ്മയെ അപ്പച്ചാന്ന് വിളിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ പ്രതികരണം? നീ തൊലയാൻ പോയി ചുവന്നിരിക്കുന്നതാണ്. ഇതൊക്കെയല്ലേ നമ്മുടെ ഭാഷകൾ? സ്നേഹത്തോടെ അതെ, ഒരു പക്ഷേ സ്നേഹരാഹിത്യം കൊണ്ടായിരിക്കാം ആ മകൻ പോയത്. എത്രയോ മക്കൾ ഇപ്രകാരം വീട് വിട്ടിറങ്ങിപ്പോകുന്നു, അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹമില്ലാതെ. കാരണം അപ്പനും അമ്മയും എന്നും പടയാണ്, വീട്ടിലെന്നും കുടിയാണ്. അങ്ങനെ മക്കൾക്ക് ഡിപ്രഷനായി ഇപ്പം മരുന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മുസ്ലിമിനെ കണ്ടു, അല്ല ഹിന്ദുവിനെ കണ്ടു, ആണായിരിക്കാം പെണ്ണായിരിക്കാം, അങ്ങ് പ്രേമിക്കും, കെട്ടാമെന്ന് വിചാരിക്കും. അത് അവരുടെ കുഴപ്പമല്ല, മുസ്ലിമിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. ഹല്ലേലൂയ. അതെ, ജിഹാദിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മെത്രാന്മാരും അച്ഛന്മാരൊക്കെ പ്രസംഗിക്കുന്നത് വായിക്കുമ്പോൾ ഞാൻ ചിരിക്കും. അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുസ്ലിങ്ങൾ മന്ത്രം ചെയ്താൽ കൂടോത്രം ചെയ്താണ്, കുഴിമന്തിക്കകത്ത് അതാണ് ഇട്ടതാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ ആ കുഴിമന്തിയൊന്നുമല്ല, ഈ പ്രേമമെന്ന് പറയുന്നൊരു വിഷ. ഹല്ലേലൂയ. പ്രേമമാണ്. ആ പ്രേമം എങ്ങനെ ഉണ്ടായി? വീട്ടിൽ പ്രേമം കിട്ടിയില്ല. പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹമെന്നാ. അതെ, നമ്മുടെ നാട്ടിലാണ് ഈ വാക്കിന് തന്നെ രണ്ടർത്ഥം. നമുക്ക് ദ്വയർത്ഥമില്ലാത്ത ഒന്നുമില്ലല്ലോ. വാ എന്ന് പറഞ്ഞാൽ പോന്ന,
സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രേമമാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഹിന്ദി ഉള്ള വടക്കേ ഇന്ത്യയിൽ ചെന്ന് പ്രേമം എന്ന് പറഞ്ഞാൽ സ്നേഹമെന്നാണ്. ഹല്ലേലൂയ. ഹിന്ദി ഭാഷ അറിയാവുന്നവർക്കറിയാം പ്രേം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ഹല്ലേലൂയ. അത് പരിശുദ്ധമായ സ്നേഹമാണ്. കേരളക്കാർക്ക് നഷ്ടപ്പെട്ടു, അത് പൊരിഞ്ഞു മൂടി. അതെ, സ്നേഹിച്ച ഉടനെ പ്രേമോനെ ഒരു ആണ് പെണ്ണോട് മിണ്ടിയ ഉടനെ പ്രേമോ. ഹല്ലേലൂയ. കാരണം ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം കുടുംബത്തിൽ ഇല്ലാതെ വരുമ്പം കുട്ടികൾ പോകും. അവർ സ്നേഹം കണ്ടെത്തുന്ന ഒരു മുസ്ലിമിലായിരിക്കും, പുകവലിക്കാത്ത കള്ളുകുടിക്കാത്ത മുസ്ലിം. അവൻ കെട്ടാവെന്നങ്ങ് വിചാരിക്കും, ഒന്നിച്ചും. പിന്നെയുള്ളതൊക്കെ ഞാൻ പറയുന്നില്ല, അത് കഴിഞ്ഞുള്ളത്. പ്രിയമുള്ളവർ, ഇതൊക്കെ ചിന്തിക്കാതെ നമ്മുടെ ചെറുപ്പക്കാരെടുത്തിയാടുന്നതിന് കാര്യമെന്ത്? ആ പരിശുദ്ധമായ സ്നേഹം അപ്പയിൽ നിന്ന് അമ്മയിൽ നിന്ന് കിട്ടുന്നില്ല. ഒരു പക്ഷേ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ട് ആ കുടുംബം ഇരിപ്പുണ്ടായിരിക്കും, അവർ പോയോ എന്ന് എനിക്കരുത്. 3 മക്കളുമായിട്ട് അത് പിടിച്ചുകൊണ്ട് വന്ന ആ മക്കളെ 2 പേര് മുസ്ലിങ്ങളുമായിട്ട് പ്രേമിച്ചിരിക്കുന്നു, മറ്റേ ആളൊരു ഹിന്ദുവിനെ. വേദനയോടുകൂടി മഞ്ഞാക്കലച്ചിൻ്റെ അടുക്ക വന്നാൽ എന്തെങ്കിലും രക്ഷയുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മഞ്ഞാക്കലച്ചിൻ്റെ അടുക്ക വന്നാൽ രക്ഷയുണ്ടാവും. കർത്താവിന് മാത്രമേ രക്ഷ കൊടുക്കാൻ പറ്റൂ. എൻ്റെ അച്ഛാ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറയും പോകും താഴേക്ക്. അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ആദ്യം ഈശോ പിന്നെ അച്ഛൻ. ഹല്ലേലൂയ. അത് ഈശോയിലേക്ക് പോകൂ. അതെ, പറഞ്ഞു വന്നപ്പോൾ തള്ള അമ്മ കരഞ്ഞുകൊണ്ട് പറയാം, എൻ്റെ അച്ഛൻ പറഞ്ഞ എത്രയോ വാസ്തവം. ഇയാൾ ഇത്രയായിട്ടും കുടി നിർത്തിയിട്ടില്ല. അമ്മേൻ, ഇയാൾ എന്ന് പറഞ്ഞാൽ ഭർത്താവാ, പ്രിയതമൻ, ഇതുവരെ കുടി നിർത്തിയിട്ടില്ല അച്ഛാ. വീട്ടിൽ വന്നാൽ എനിക്കിട്ട് ചിത്തറിയും ചീത്തയും. അത് കണ്ടോണ്ടാണ് ഈ 3 മക്കളും ഈ ഭീകര ചുറ്റുപാടിൽ വളർന്നു വന്നത്. ചെറുപ്പമായിരുന്നപ്പം അപ്പനും അമ്മയും പറഞ്ഞെല്ലാം അനുസരിക്കും, പള്ളിയിൽ പോകും. ഇപ്പം അതെല്ലാം വിട്ടു, അതെല്ലാം പോയി. കാരണം സ്നേഹം അറ്റുപോയ കുടുംബം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു ഇത്രയായിട്ടെങ്കിലും തന്നെ മുതുകുടി നിർത്തിക്കൂടെ? ആൾ എൻ്റെ മുറിയിൽ നിന്ന് അങ്ങ് ഇറങ്ങി. ഇവിടെ ഇരിപ്പുണ്ടോ പോയോന്ന് ഒരു പക്ഷെ പോയി കാണും എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ള, ഇവിടെയാണ് യേശുവിനെ കണ്ടുമുട്ടി നമ്മൾ യഥാർത്ഥ ക്രൈസ്തവരായി ജീവിക്കാത്തിടത്തോളം കാലം നമുക്കറിയാം നമ്മൾ ഒന്നിനൊന്നിന് അന്യം നിന്ന് പോവുകയാണ്, അല്ലേ? ഹല്ലേലൂയ. അതെ, വിദേശത്തൊക്കെ പോയ പല മലയാളികളെയും ഞാൻ കണ്ടുമുട്ടാറുണ്ട്. ധ്യാനമൊന്നും അവർക്ക് ഞാൻ കൊടുക്കാറില്ലെങ്കിലും. എൻ്റെ അച്ഛൻ നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടില്ല, വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് പോയിരുന്നെന്ന് പലരും പറഞ്ഞു. വീട്ടിൽ അതെ അസ്വസ്ഥത, പണമുണ്ട്, കാശുണ്ട്, മാർഗങ്ങളുണ്ട്, എന്തായാലും വീട്ടിൽ ഒരു സ്നേഹം. എന്നാൽ വിദേശത്ത് ജർമ്മനിയിലോ അയർലൻഡിലോ ഗൾഫിലോ പോയ ഒരു സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. പ്രിയളെ, മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് സമാധാനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, ഈ സമാധാനവുമായിട്ടാണ് ഈശോ വന്നത്. നിങ്ങൾക്കറിയാം, ഈ നാളെ മുതൽ ഇവിടെയും കാരിശ്വാലിലും കാണും, ഒരു പൂക്കട്ട ഉണ്ടാക്കി ആ പൂവിനകത്ത് 4 മെഴുകുതിരിയൊക്കെ വെക്കുന്നത്. അത് യൂറോപ്പിലുള്ള ഒരു പരിപാടിയാണ്. ആ ജർമ്മനി തുടങ്ങിയതാണ്, ഇപ്പം എല്ലായിടത്തുമായി. അതായത് എന്നിട്ട് ഓരോ ഞായറാഴ്ചയും ഓരോ തിരി ഊതിക്കെടുത്തും. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയത്തില്ല എങ്കിൽ 4 അർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം പ്രതീക്ഷ. അതായത് എൻ്റെ കർത്താവ് വരും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതം മാറ്റിമറിക്കും, എനിക്ക് ആഗ്രഹം എല്ലാം സാധിച്ചു തരും എന്ന പ്രതീക്ഷയാണ്. രണ്ടാമത്തേത് എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹവും പരസ്നേഹവും. എല്ലാവരും ക്ഷമിച്ച് രമ്യപ്പെടുന്ന ആ സ്നേഹത്തിൻ്റെ ഒരു മെഴുകുതിരിയാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് സമാധാനത്തിൻ്റെ പീസ്. സമാധാനം അനുരഞ്ജനപ്പെടുത്തുമ്പോൾ ആ സമാധാനം ഉണ്ടാകുന്നത്. ഇവിടെ ഇരിക്കുന്നു, കുടുംബത്തിൽ അനുരഞ്ജനമില്ല, തിരുസഭയെ പോലും ഇല്ല. ഇവിടെ അടിപൊളിയല്ലേ ഇപ്പോഴും കുർബാന ചൊല്ലി. അതെ, ഒന്ന് ആലോചിക്കണം. ഇവിടെ ക്രിസ്മസ്, കേരളക്കാർ ഇന്ന് ഈ കൊല്ലം ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് ഞാൻ പറയും. ഈ കൊല്ലം ക്രിസ്മസ് കേരളത്തിൽ ആഘോഷിക്കാൻ കേരളീയർക്ക് അർഹതയില്ല. പച്ചയ്ക്കാൻ പറയാണ്. ഈശോയുടെ കുരിശ്, യേശുവിൻ്റെ ശരീരം വെച്ചുകൊണ്ട് വില പറഞ്ഞ് വഴക്കുണ്ടാക്കി പരസ്പരം ഭിന്നിക്കുന്ന ഇവിടെ ഈ പുൽക്കൂട്ടിനകത്ത് മണ്ണാങ്കട്ട വെച്ചൊരു ഉണ്ണീശോയെ വെച്ചാൽ ഇവിടെ ക്രിസ്മസ് ആകുമോ മക്കളെ? ഇല്ല. ഹല്ലേലൂയ. അവിടെ കേരളത്തിൽ ഈ കൊല്ലം ക്രിസ്മസ് ഉണ്ടാകാൻ പാടില്ല. അതെ, ഈ ഞാൻ പറയുന്ന വ്യക്തികളാണ് നിങ്ങളോട്, എൻ്റെ മക്കളോടാണ്. മക്കളെ, നിങ്ങൾക്കൊരു ക്രിസ്മസ് ഉണ്ടാകണം. ആ നടക്കുന്നതൊക്കെ അങ്ങ് വിട്ടുകൾ, അതൊക്കെ മരത്തിൻ്റെ അടിപിടിയാണ്. അതും ഈ തിരുസഭയിലെ അല്ല. തിരുസഭയ്ക്ക് അടിവെക്കാൻ പറ്റില്ല. തിരുസഭ കർത്താവിൻ്റെ ശരീരം. ആ ശരീരത്തോട് ചേർന്നിരിക്കൂ എൻ്റെ മക്കളെ, ഈ എന്നെ കേൾക്കുന്ന, എങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഈ ആകാശം, അത് ഈ ആഘോഷം എന്താണ്? ഈ ഹൃദയത്തിൽ കിട്ടുന്ന ആ പ്രതീക്ഷയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ നിരാശയില്ല, വിചാരമില്ല. തുടർന്ന് അനുരഞ്ജനം, സ്നേഹം, അവസാനത്തേത് സന്തോഷം. ഹല്ലേലൂയ.
അതെ, അതാണല്ലോ മാലാഹമാർ പാടി പറഞ്ഞത് ആട്ടിടയന്മാരോട്, ലോകത്തിന് മുഴുവനുമായിട്ടുള്ള ഒരു സന്തോഷത്തിൻ്റെ, വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ലൂക്ക 2:10. ഹല്ലേലൂയ. ലോകത്തിൽ നഷ്ടപ്പെട്ട പൊയ്പോയ ഒന്നായിരുന്നു സന്തോഷം. അത് വീണ്ടും നൽകാൻ ഇതാ വരികയാണ് കർത്താവ്. അതാണ് ആഗമന കാലം. അപ്പോൾ സന്തോഷിക്കേണ്ട ഒരവസരം. ഈ സന്തോഷം ഇല്ലാത്ത എന്തുകൊണ്ട്, ഉപവസിക്കുന്ന എന്തുകൊണ്ട്? ഞാൻ ഉപവാസത്തിനെതിരാ പറയുന്നത്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും മഞ്ഞാക്കളത്തിന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഉപവാസം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, നോയമ്പ് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ കണ്ട് കുറേ ഉപവസിച്ച് അല്ലെങ്കിൽ മുഖം വീർപ്പിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് നോയമ്പാന്ന് പറഞ്ഞാൽ ആ നോയമ്പ് കാലം അതെ കർത്താവിൻ്റെ കാലമല്ല, അതല്ല. അതെ, മണവാളന ഈശോ എനിക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ അനുദപിച്ചുകൊണ്ട് കണ്ണീരോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ നല്ല കുമ്പസാരം. മാത്രമല്ല, എൻ്റെ ഭാര്യയോ ഭർത്താവുമായിട്ട് പിണങ്ങിയിരിക്കുന്നെങ്കിൽ ഇന്നും രണ്ടുപേരുടെ, ഞാൻ ഇന്ന് ഒത്തിരി പേരെ കണ്ടു, 2 ഭാര്യ ഭർത്താക്കന്മാരുടേത് മക്കൾ എന്നോട് പറഞ്ഞത്, അവരുടെ മുമ്പിൽ വെച്ചാൽ പറഞ്ഞ്, അച്ചാച്ചനും അമ്മച്ചിയും 2 മുറിയിലാണ് താമസിക്കുന്നത് അച്ഛാ, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ മേലാത്തത്, പഠിക്കുമെന്നും പറഞ്ഞ് കിടന്ന് ബഹളമാണ്. അതിനെന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഡിവൈൻ പോർട്ടെ കൊണ്ടുപോയി, ഡൊമിനിക് ചർച്ചിനൊക്കെ കൊണ്ടുപോയി ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. മച്ചിപ്പശുവിനെ മാറ്റിക്കെട്ടിയ പെറുകളാ പറ്റുമോ? ഇല്ല. ഹല്ലേലൂയ. അതെ, ഞാൻ പറയാൻ കാരണം, നിങ്ങളുടെ ഭാര്യ ഭർത്തൃബന്ധം സേകമാകാതെ, അപ്പനോടും അമ്മോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ബെഡിൽ കിടക്കാതെ. അപ്പോൾ ഒരു അച്ഛനാണോ ഇത് പറഞ്ഞത് ബെഡിൽ കിടക്കുന്നതിനെ പറ്റിയെന്ന്? ഹല്ലേലൂയ. അപ്പോൾ പിന്നെ അച്ഛൻ തലയിൽ നിന്ന് കൈവച്ച് ശിശു പ്രാർത്ഥിച്ചു വിടണം. ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളല്ല ഞാൻ ഇന്ന് യൂറോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ശക്തമായ വചനം, ഇരുതലയും മൂർച്ചയുള്ള വചനം പറയുന്നു. മാനസാന്തരങ്ങളാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഒരു പലരും ധ്യാനം ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കാത്തതിൻ്റെ കാര്യം ഇവിടെ കൊടുത്തൊരു വിശേഷവുമില്ല. പറഞ്ഞേച്ചു മഞ്ഞാക്കച്ചൻ്റെ പ്രസംഗം ഭയങ്കരമായിരുന്നു, എല്ലാവരും അച്ഛൻ്റെ അതിലും ഭയങ്കരം, കാഴ്ചൻ്റെ കേൾക്കേണ്ട പ്രസംഗം. ഇത് പറഞ്ഞങ്ങ് പോകുന്നല്ലാതെ ആർക്കും യഥാർത്ഥത്തിൽ യേശുവിനെ കണ്ടുമുട്ടൽ ഇല്ല. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ധ്യാനത്തിൽ 5000 6000 ജന്മക്കാരായിരിക്കാം, അല്ലെങ്കിൽ സ്പെയിനിൽ ആയിരിക്കാം, ക്രൊയേഷ്യക്കാരായിരിക്കാം വരുന്നു. ആ ധ്യാനത്തിൽ ഒരു 50-60 വിവാഹിതർ വിവാഹമോചനം പ്രാപിച്ചവരായിരിക്കാം. എന്തിനു വരുന്നു? എങ്ങനെയോ കേട്ടു, തലവേദന പോയിക്കും, നടുവിനുവേദന പോയിക്കും, ആരോ പറഞ്ഞ്. മാത്രമല്ല, അത് അച്ഛൻ്റെ ധ്യാനം നല്ലതാണ്, നല്ല വചനം പറയും, അവിടെയൊക്കെ വചനം പറയുന്നവരാരുമില്ല, എന്തോ കേട്ടു വരുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ ധ്യാനത്തിലും 30-ഉം 40-ഉം, അതായത് കോടതിയിൽ വിവാഹമോചനം നേടിയ ദമ്പതികൾ മാനസാന്തരപ്പെട്ട് പരസ്പരം ക്ഷമ ചോദിച്ച് രഞ്ജിക്കപ്പെട്ട് കോടതിയിൽ ചെന്ന് അവരുടെ വിവാഹമോചനം അസാധുവാക്കുന്നു. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കും. നിങ്ങൾക്ക് എൻ്റെ വെബ് പേജ് അറിയാമെങ്കിൽ വെബ് പേജ് മറിച്ച് നോക്കിയാൽ സാക്ഷ്യങ്ങൾ എന്നും പറഞ്ഞ കോളത്തിൽ കാണാൻ സാധിക്കും. പ്രിയമുള്ള, അടുത്ത നാളിലും ഒരു കർദിനാള്, വിയന്നയിലെ കർദിനാള് മാർപ്പാപ്പാടെയും അവിടെ സംഘത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു, അതെ, ഈ വളർന്നു വരുന്ന തലമുറയുടെ വിവാഹമോചനം നിർത്തണമെങ്കിൽ ഇപ്രകാരമുള്ള അനുരജ്ഞനവും സ്നേഹവും വചനത്തിലൂടെ ഉണ്ടാകണമെന്ന്. എന്നിട്ട് സാക്ഷ്യങ്ങൾ അവതരിപ്പിച്ചു എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ഇവിടെ പടങ്ങിയിരിക്കുന്ന ഒരാളെ രമ്യപ്പെടുത്താൻ ഒരച്ഛന് പറ്റില്ല, ഒരു ധ്യാനത്തിന് കഴിയുന്നില്ല. കാര്യക്ഷമനല്ല, കാര്യക്ഷമൻ്റെ 10 മടങ്ങ് വെച്ചാൽ പറ്റില്ല. എൻ്റെ പണക്കം ഞാൻ മാറ്റിയല്ല, അയാളുടെ കൂടെ ജീവിക്കാനോ? അയാളുടെ കൂടെ ഞാൻ ഈ കാര്യച്ഛൻ്റെ ഓരോ ദിവസവും വിവാഹ ദമ്പതികൾക്കുള്ള ഉപദേശങ്ങൾ ഞാൻ കേൾക്കുകയായിരുന്നു. എന്തിനാ ഈ വനരോധനം പാവം? ഏത് മലയാളിയാണിത് കേട്ടിട്ട് വചനത്താൽ നിന്ന് മുറിയപ്പെടുന്നത്, ഒന്ന് രമ്യപ്പെടാൻ നോക്കുന്നത്? എന്നിട്ടും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കും. അയ്യോ, പിടിയും കോഴിയൊക്കെ വെച്ച് കള്ളും കുടിക്കും. ഹല്ലേലൂയ, ക്രിസ്മസ് അല്ലേ? ഈ തീറ്റയും കുടിയൊക്കെ എന്ന് നിർത്തും. നമുക്ക് ഹൃദയത്തിലെ ആനന്ദത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് മക്കളെ കടന്നു വരേണ്ടത്. ഇത് ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്. ഈ മണവാളൻ കൂടെ ഉണ്ടാകണമെങ്കിൽ, മണവാളനായ യേശു കൂടെ ഉണ്ടാകണമെങ്കിൽ എങ്ങനെ ക്രിസ്മസിന് ഒരുങ്ങണം? നമുക്ക് ലൂക്ക എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിലേക്കൊന്ന് ചിന്തിക്കാം. സമയം അധികമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളോടൊത്തും പ്രാർത്ഥിക്കേണ്ടതുകൊണ്ട് നീട്ടിപ്പറയാൻ പറ്റത്തില്ല. 3-ാം അധ്യായം ലൂക്ക എഴുതിയ സുവിശേഷം. നമുക്കറിയാം, മണവാളിനെ തേടി വന്ന ജനങ്ങളോട് കർത്താവിൻ്റെ
അവസാനത്തെ പ്രവാചകനായ യോഹന്നാൻ മാപ്താന പറഞ്ഞത് എന്താണ്? അണലി സന്താനങ്ങളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുൻമറിയിപ്പ് നൽകിയത് ആരാണ്? അണലി സന്തതി എന്ന് പറഞ്ഞാൽ മൂർഖം പാമ്പിൻ്റെ മക്കളെ എന്നാണ് വിളിച്ചത്. ഹല്ലേലൂയ. നമ്മളൊക്കെ പറയുന്ന ചില വാക്കുണ്ടല്ലോ, ചില ചീത്ത, അതുപോലൊരു ചീത്ത വാക്കാണ് വാസ്തവത്തിൽ. അണലി സന്തതി, പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ എന്നാണ് വിളിച്ചത്. അണലി എന്ന് പറഞ്ഞാൽ നമുക്ക് അണലി കടിച്ചാൽ പഴുപ്പ് നിൽക്കില്ല, ചാവും. അപ്പോൾ അത്രമാത്രമുള്ളവരുടെ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് കൊടുത്താണ്. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ, ഞങ്ങൾക്ക് പിതാവായ അബ്രഹാമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വീമ്പടിക്കേണ്ട. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാനും കൂടെ പറയുന്നു. ഹല്ലേലൂയ. ഈ വാക്ക് ഈ തരണത്തിൽ നമ്മൾ ചിന്തിക്കണമേ. അതായത് മാനസാന്തരത്തിനടുത്ത ഫലം പുറപ്പെടുവിക്കാതെ അഭിമാനം. അയ്യോ, ഞാൻ ശൂരോ മലബാറാണ്, ഞാൻ ലത്തീനാണ്, ഞാൻ മലങ്കരയാണ്, അയ്യോ ഞാനോ തെക്കും ഭാഗൻ, അങ്ങ് നേരിട്ട് ഇറക്കിയത് അവിടുന്ന് ശുദ്ധരക്തത്തിൽ. ഈ അഭിമാനം പറഞ്ഞടക്കുന്നവരുടെ കർത്താവ് പറയാണ്, ഇനി എന്നാടാ നിനക്ക് അഭിമാനിക്കാനിരിക്കുന്നത് എന്ന്. മാനസാന്തരം ഇല്ലായെങ്കിൽ ഈ കല്ലുകൾ, നിങ്ങൾ ഇന്നലെയും വായിച്ചു കാണും പേപ്പറിൽ, ഇറാനിൽ ഈ കഴിഞ്ഞ ഒരു വർഷം 1 ദശലക്ഷം മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളായി എന്ന്. ഹല്ലേലൂയ. അത് അവിടെ നടക്കുന്ന മാത്രമല്ല, ലോകം മുഴുവൻ നടക്കുന്ന വലിയ പ്രതിഭാസമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ് ഇന്തോനേഷ്യ. ഞങ്ങളുടെ MSFസിലെ അച്ഛന്മാരോടെ പോയിട്ടുണ്ട് പ്രവർത്തിക്കാനായിട്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 10 ദശലക്ഷം പേരാണ് മാമോദീസ സ്വീകരിച്ചത് കർത്താവിൽ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളിവിടെ ആലോചിക്കണം. നമ്മൾ ഹിന്ദുക്കളെന്നും മുസ്ലിം എന്ന് പറയുന്നു, അവരെ വെറുക്കുന്നു, അവർക്ക് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് പർവ്വതീകരിച്ച് എന്തേറെ വാട്സാപ്പ് ഇറങ്ങുന്നറിയും. ഈ വാട്സാപ്പെല്ലാം കൂടുതൽ ഇറക്കുന്നത് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനായിട്ടാണ്. ഹല്ലേലൂയ. ഇങ്ങനെ രോമാഞ്ചം കൊള്ളിക്കും, തലക്കെട്ട് കൊടുക്കും ഒത്തിരി പേര്. ഉദാഹരണം, ഈ നാളുകളിൽ ഡോക്ടർമാർ കൊത്തി ഇറക്കും. അയ്യോ, ഏത് ഡയബറ്റിക്കിനും കരുതച്ചക്ക തിന്നാം, ഏത് ഡയബറ്റിക്കിനും വേണമെങ്കിൽ പഞ്ചസാര തിന്നാൻ ഒരു കുഴപ്പമില്ല. ഇതൊക്കെ കേട്ടോണ്ട് 1 ലക്ഷം പേര് 2 ലക്ഷം പേര് ഇത് കാണുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പൊമ്മാഞ്ച വില ഇറക്കുന്നത്. സത്യം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെയും കാണുന്നത്. ഓൺലൈനിലായാലും നേരിട്ടായാലും ജീവിതത്തിൽ മുഴുവൻ ഒത്തിരി കള്ളം, ഒത്തിരി മൂടി വെച്ചുള്ള സത്യം പറയാതെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. മറിയ മക്കളെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ ഓർക്കണം, ക്രിസ്ത്യാനി 121 ധ്യാന കേന്ദ്രങ്ങളുള്ള ഒരു സംസ്ഥാനത്ത്, അതാണ് കേരളം. ഹല്ലേലൂയ. ആഴ്ചതോറും ധ്യാനങ്ങൾ, ശനിയാഴ്ച തോറും പ്രഘോഷണങ്ങൾ. ഇനി പ്രഘോഷകരോ വാലിന് പറയും എത്ര പേരാണ്. ഇതൊന്നുമില്ലാത്തൊരു രാജ്യത്താണ്, ആ രാജ്യങ്ങളിലാണ് ഞാൻ പോകുന്നത്. ഒരു ധ്യാനാശ്രമം പോലും ഈ രാജ്യങ്ങളിലില്ല. ഈ രാജ്യങ്ങളിൽ വചനം പ്രവേശിക്കാൻ ദുർലഭമായിട്ട് ആളുകൾ പോകാറുള്ളൂ. ഞാൻ എൻ്റെ മുറി ഇംഗ്ലീഷുമായിട്ട് പോകുന്നു, അവരുടെ ഭാഷയൊന്നും അറിയത്തില്ല. ആ മുറി ഇംഗ്ലീഷ് അവരവരുടെ ഭാഷയിൽ പരിഭാഷപ്പെടുത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. മലയാളം അറിയാത്തൊരു വ്യക്തി 5 ദിവസം നിങ്ങൾക്ക് വേണ്ടി വേറൊരു ഭാഷയിൽ ധ്യാനിപ്പിക്കുന്നു. ആരോ അത് വേറെ പരിവർത്തനവും ചെയ്യുന്നുണ്ട്, തെറ്റും എല്ലാം ഉണ്ട്. അതും കേട്ടുകൊണ്ട് നിങ്ങൾ 5 ദിവസം ഇരിക്കുമോ? ഇല്ല എന്ന് ഞാൻ പറയുന്നു. അവിടെയാണ് ഞാൻ കാണുന്നത് വചനത്തിന് വേണ്ടിയുള്ള ദാഹം. നമുക്ക് ഒരു പരിഭാഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പകുതിയും തെറ്റായിരിക്കും. പ്രത്യേകിച്ച് ആദ്യമായിട്ടൊരു മനുഷ്യൻ ചെല്ലുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആക്സെൻറ്റൊക്കെ അല്ല വെച്ച മുറി ഇംഗ്ലീഷ് എന്ന് ഞാൻ പറഞ്ഞത്. കേൾക്കുന്ന ആളൊരു വിഷയം ഇംഗ്ലീഷുകാരൻ അവന് പകുതി പോലും അങ്ങോട്ട് തർജ്ജമ ചെയ്യാൻ പറ്റില്ല. ഇതും കേട്ടുകൊണ്ടിരിക്കുകയാണ് വചനത്തിനുള്ള ദാഹം. ഈ ദാഹം എവിടെ? ഇവിടെ കേരളത്തിൽ കാട് എല്ലായിടത്തും മുട്ടിന് വചന വേദികളുണ്ട്. ഇതൊന്നും ഏക്കുകയില്ല. ഇതെല്ലാം കേട്ട് ഞാൻ പറഞ്ഞില്ലേ, കാരിച്ചിൻ്റെ പ്രസംഗം നല്ലതായിരുന്നു, മഞ്ഞാക്കാശിൻ്റെ നല്ലതായിരുന്നു അങ്ങ് പറഞ്ഞു പോവും. അതുകൊണ്ട് ഒരു ഗുണവും നമുക്കുണ്ടാവില്ല പ്രിയരേ. ആ വചനം മാംസമാവണം. അതാണ് ക്രിസ്മസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഇവിടെ യോഹന്നാൻ പറഞ്ഞത്. വീമ്പടിക്കരുതേ, ഞാൻ വലിയ മതിലേക്കെടുത്ത ക്രിസ്ത്യാനിയാണ്, കത്തോലിക്കനാണ്, മർത്തോമാണ്, യാക്കോബ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞതുപോലെ ഞാൻ കത്തോലിക്കനാ, അവള് മർത്തോമ, അതുകൂടെ ഗുണം ഭരിക്കാത്തെന്ന്. ഹല്ലേലൂയ. എന്നിട്ട് മർത്തോമ സഭയെ താത്തിപ്പറ. ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ സഭയോ സമുദായവുമല്ല, ഇത് വ്യക്തിപരമായ നീശോയെ കണ്ടുമുട്ടിയോ? ആ സന്തോഷം നിനക്കുണ്ടോ? ആ അനുരഞ്ജനം നിനക്കുണ്ടോ? ആ കർത്താവുമൊത്തുള്ളൊരു ജീവിതമുണ്ടോ? അതായത് ഈ സഭകൾക്കതീതമായി, ഈ റീത്തുകൾക്കതീതമായി, ഈ സമുദായത്തിന് അതീതമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആ വഴിയും സത്യവും ജീവനുമാകുന്ന ഈശോയുടെ വഴിയിലാണോ? ആ ജീവൻ നീ കണ്ടെത്തിയോ? ആ സത്യത്തിലാണോ നീ ജീവിക്കുന്നത്? അതോ ഇന്നും ഈ തിന്മകളെല്ലാം പൊരിഞ്ഞു മൂടിയൊരു ജീവിതം? എങ്കിൽ കർത്താവ് ഈ ക്രിസ്മസിന് തരുന്ന സന്ദേശം ആ മനസ്സാക്ഷിയുടെ ആഴത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നോക്കൂ, തുടർന്ന് യോഹന്നാൻ പറയുന്നത്, വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു. എൻ്റെ കർത്താവേ, കേരള സഭയ്ക്ക് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു. ഞാൻ കർത്താവിനോട് പറയാം, ശരിയല്ലേ മക്കളെ? മക്കളെല്ലാം വിദേശത്ത് കല്യാണം കഴിക്കാതെ നിൽക്കുന്നു. പുര നിറഞ്ഞ്, പണ്ടൊക്കെ പുര നിറഞ്ഞ് പെണ്ണുങ്ങൾ നിൽക്കുന്നു, ഇപ്പോൾ പറഞ്ഞ പുര നിറഞ്ഞ ആണുങ്ങളാണ് നിൽക്കുന്നത്. കല്യാണമില്ലെങ്കിൽ മക്കളുമില്ല. നിങ്ങളൊന്ന് പതുക്കെ കണ്ണടച്ചൊന്ന് ചിന്തിക്കണം. 15 കൊല്ലം 20 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൽ എത്ര പേര് കാണും ക്രിസ്ത്യാനികൾ? അതുകൊണ്ടാണ് ഒരു പിതാവ് ഈയിടെ പ്രസംഗിച്ച് കേട്ടു, ഇനിയിപ്പോൾ കേരള സഭ വിദേശത്തായിരിക്കുന്നു. ഹല്ലേലൂയ! നാണമില്ലാതെയുള്ള വർത്തമാനം. ഈ കേരളം അങ്ങനെ നശിച്ചു പോകുന്നുവെന്ന് ഞാനിപ്പോൾ നശിച്ചു പോകാൻ പ്രായിക്കൊണ്ട് പറയുകയല്ല. ഇത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആഗമനമുണ്ടാവണം. യേശുവിൻ്റെ ആഗമനം, നമ്മുടെ കണ്ടുമുട്ടൽ, നമ്മുടെ മക്കൾ, നമ്മുടെ അടുത്ത തലമുറ കാണണം അപ്പനും അമ്മയും ദൈവത്തെ കണ്ടുമുട്ടി നല്ലതായിട്ട് ജീവിക്കുന്നത്, നല്ല കുടുംബജീവിതം ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിൽക്കില്ല. കാരണം നമ്മുടെ തലമുറയല്ല. അന്നൊക്കെ തല്ലും അടിയും തൊഴിയും കൊടുത്താലും പിള്ളേർ നിൽക്കുവാൻ നമ്മുടെയൊക്കെ കാലത്ത്. അക്കാലം പോയി. അത് മനസ്സിലാക്കൂ. ഇനിയെങ്കിലും ഒരു മാനസാന്തരത്തിൻ്റെ ജീവിതം, യേശുവിനോടൊത്തുള്ള ജീവിതത്തിൻ്റെ ഒരു മാതൃകാപരമായ ജീവിതം, മുമ്പേ ആലോചിച്ചും പറഞ്ഞ പോലെ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കടന്നു വരിക. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പറയാണ്, വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? തൃശ്ശൂക്കാർ പറഞ്ഞത്, എന്തുട്ട് ചെയ്യാ, അതിനി എന്താ ചെയ്യേണ്ടത്? ആ വചനം അവരിൽ മുറിയപ്പെട്ടപ്പോൾ ചോദിച്ച ചോദ്യമാണിത്, എന്താ ചെയ്യേണ്ടത് എന്ന്. കാരണം അത്രമാത്രം ശക്തമായ ഭാഷയിൽ യോഹന്നാൻ മാർത്താനാ പ്രസംഗിച്ചത്. നശിക്കാൻ പോകുന്നു, കൊടാലി വെച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് ചോദിക്കുകയാണ്. ഇതെത്ര പേരുണ്ട് ഇവിടെ അങ്ങനെ ചിന്തിക്കുന്നവർ? ഒരു ധ്യാനം കഴിഞ്ഞ്, അല്ലെ ഒരു ശനിയാഴ്ച ശുശ്രൂഷ കഴിഞ്ഞ്, വിചലിച്ചിൻ്റെയോ കാര്യച്ചിൻ്റെയൊക്കെ ഒരു പ്രസംഗം, ദൈവം ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, എനിക്കെന്താ മാറ്റം വരേണ്ടത്? എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? നോക്കൂ, ഉടൻ തന്നെയുള്ള റിയാക്ഷൻ എന്താണ്? അപ്പോൾ തന്നെ അതിന് ഉത്തരവും കൊടുക്കുകയുണ്ടായി. മനോഹരമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ശക്തമായ ആ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. എൻ്റെ കർത്താവേ, മലയാളിയോടിത് പറയരുത്. ഹല്ലേലൂയ. യേശുവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തി നമ്മുടെ മനസ്സിലുണ്ട് ബൈബിളിൽ. ആരാ? സക്കയൂസ്. ആ മുണ്ടൻ, ഉദ്യോഗസ്ഥനായ മുണ്ടൻ. ഒരു സിക്കമൂർ മരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ആഞ്ഞിലി പോലെ, അല്ലെങ്കിൽ ആലുവൃക്ഷം പോലെ വൃക്ഷമാണ്. ഒരു മുണ്ടന് തത്തി എന്ത് വിഷമിച്ചായിരിക്കും കയറിയെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുക. മാത്രമല്ല, ഉദ്യോഗസ്ഥൻ കയറുക ഈ പാൻറ്റും കോട്ടും എല്ലാം ഇട്ട്. നമ്മുടെ പിള്ളേരാണെങ്കിൽ കല്ല് പറക്കി കയറിയും ഇല്ലേ, ഇയാൾ എന്നാ പൂത്താന്ന് ചോദിക്കും. അങ്ങനെ കയറി കാണാൻ എന്നാ ഒറ്റ ആശ, ഈശോയെ കാണണം. ഒരൊന്നുമില്ല, ഈശോയെ കാണണം. ഈശോ എന്നെ കാണരുതെന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു കാണും. കാരണം പറഞ്ഞ പുള്ളി നോക്കും നോട്ടം എന്താണ്? ഈ അതായത് 10,000-ലധികം പ്രഭയുള്ള കണ്ണ് വെച്ച് നോട്ടം നോക്കി എന്നെ മുഴുവൻ കാണും. അതുകൊണ്ട് മിക്കാറും പുള്ളി ഈ ശാരിത്തുമ്പോൾ പെണ്ണുങ്ങൾ പിടിച്ച് ഇങ്ങനെ ഉരുക്കിയിടുന്ന പോലെ ഒരു പക്ഷേ അയാളും അയാളെ മാറാപ്പെന്ന് ഊതി ഈശോ കാണാതിരിക്കാനായിട്ട്. എന്നിട്ട് മുകളിൽ കയറിയിട്ട് പതുങ്ങിയിരുന്ന് മിക്കാറും ഇലകൾക്കിടയിൽ പതുങ്ങിയായിരിക്കും. കാരണം കർത്താവ് കടന്നു വരുന്ന വഴിയാണ്, കണ്ടോ എന്നെ കാണരുത്, എനിക്കൊന്ന് കാണണം, ഒന്ന് ഒളിഞ്ഞു നോക്കണം. അങ്ങനെ ആഗ്രഹത്തോടെ നോക്കിയിരിക്കുകയാണ്. നമുക്കറിയാം. അവിടെ നിന്നാണ് ഈശോ എന്താ വിളിച്ചത്? സക്കയൂസ്, ഇറങ്ങി വരിക. പേര് വിളിച്ചപ്പോഴേ അവൻ്റെ പണി തീർന്നു. ഞാൻ ഓർക്കുകയാണ്, ബോംബെ എയർപോർട്ടിൽ വെച്ച് ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പാമ്പിനെയും തോളിലിട്ട് കയ്യിൽ ഒരു എലിക്കുഞ്ഞയും വെച്ചുകൊണ്ട് ഇതെൻ്റെ ദൈവങ്ങളാണ്, ഞാൻ വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം, ഇവരെ കൂടെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പോലീസ് ബഹളം ഉണ്ടാക്കുന്നു, ഞാൻ പിന്നിൽ നിൽക്കുന്നു. പ്രിയമുള്ളവർ, ഞാൻ ഓർത്തു എങ്ങനെ ഞാനും പാസ്പോർട്ട് പിടിച്ച് പോലീസ് കടന്നു പോകണം. അപ്പോഴാണ് കർത്താവ് എന്നോട് അവൻ്റെ പേര് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു, ജോസഫേ, നീ ഒരു കത്തോലിക്കനല്ലേ, ജർമ്മൻകാരനല്ലേ എന്ന്. ഞെട്ടി നോക്കി.
അച്ഛാ ആര് പറഞ്ഞു ഞാൻ ജർമ്മൻകാരനാ ജോസഫറിന്? ആരാ പറഞ്ഞത് അതെ ഞാനൊരു കത്തോലിക്കനാണെന്ന്? പ്രിയമുള്ളവരെ, പേര് വിളിക്കുമ്പോൾ ഞെട്ടിപ്പോകും. അതെ, അതിനുശേഷം മാനസാന്തരപ്പെട്ട അവൻ്റെ കഥ നിങ്ങളോട് പലപ്പോഴും ഞാൻ പറയുന്നില്ല. പ്രിയമുള്ളവരെ, എന്നോടൊത്ത് അതെ സുവിശേഷ വേല ചെയ്ത് അവനെ അത് തലവെട്ടിക്കൊണ്ട കാര്യം നിങ്ങൾക്കറിയാം. പ്രിയമുള്ളവരെ, പേര് ചൊല്ലി വിളിക്കുന്നു യേശു. കർത്താവ് പറഞ്ഞെന്താണ്? നിൻ്റെ പേര് എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ 49:15 പറഞ്ഞിരിക്കുന്നത്. ഈശോയുടെ കയ്യിൽ, ഈശോയുടെ ജീവൻ്റെ പുസ്തകത്തിൽ. ഈ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ ഷക്കീന ടെലിവിഷനിൽ കേട്ട് കാണുമായിരിക്കും ജീവൻ്റെ പുസ്തകത്തെപ്പറ്റി ആ സന്തോഷ് കരുമാത്ര മനോഹരമായ 5 ദിവസത്തെ ധ്യാനം കൊടുത്തത്. അപ്പം നമ്മുടെ എല്ലാം പേരുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ആ പേര് നോക്കിയിട്ടാണ് സക്കേയൂസ് ഒരു വിളിയായിരുന്നു. ആ വിളിയിൽ അവൻ വീണുപോയി. ഹല്ലേലൂയ. അവൻ താഴേക്ക് ഇറങ്ങി വന്നു. എടുത്ത് ആടി കാണും. ഇറങ്ങിയാൽ കർത്താവ് പോവും. ഹല്ലേലൂയ. കർത്താവ് ശീഘ്രം പോകുന്ന ആളാണ്. പുള്ളി ഇങ്ങനെ തത്തി ആഞ്ഞിലിയെ പിടിച്ച് താഴേക്ക് വരുമ്പോൾ കർത്താവ് പോവും. അതുകൊണ്ടാണ് അവൻ എടുത്ത് ചാടിക്കാണും. എൻ്റെ ഇമാജിനേഷൻ, എൻ്റെ ചിന്ത അങ്ങനെ ചാടിക്കാണും കർത്താവ് മുമ്പിലേക്ക്. എന്നിട്ട് ആദ്യം പറഞ്ഞെന്താണ്? എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും. ആമേൻ. എന്താണ്? യേശു ആരെന്ന് അവൻ നേരിട്ടറിഞ്ഞില്ലെങ്കിലും കേട്ടിട്ടുണ്ട്. യേശുവിൻ്റെ വചനം, ഈ എളിയവരിൽ ആർക്കെങ്കിലും നീ എന്തെങ്കിലും ചെയ്തപ്പോൾ അതെനിക്ക് തന്നെയാണ് ചെയ്തത്. അതെ, യേശുവിനെ ആദ്യം കണ്ടപ്പോൾ ഒരു സമ്മാനം കൊടുക്കണമെന്ന് തോന്നിയത്. ഉടനെ ഒരു കേക്ക് കൊടുക്കാനല്ല, വാഴപ്പഴം കൊടുക്കാനല്ല, ഒരു കുപ്പി വീഞ്ഞു കൊടുക്കാനല്ല തോന്നിയത്. പിന്നെന്താണ്? പാവങ്ങൾക്ക് കൊടുക്കുക. ഹല്ലേലൂയ. ഇച്ചിരി പുളിക്കും. കരിസ്മാറ്റിക്കൊക്കെ ആയപ്പം 10% എന്ന് പറയും. ഇവിടെ 10 പറഞ്ഞത്, പകുതി. ഇതാണ് യോഹന്നാൻ പറഞ്ഞത്. ഇവിടെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് പണ്ട് ക്രൊയേഷ്യക്കാരുടെ ഒരു തമാശ ഉണ്ട്. ക്രൊയേഷ്യയിലെ നാണയത്തിന് പറയുന്നത് കൂന എന്നാണ്. നമ്മുടെ രൂപ എന്ന് പറയുന്ന പോലെ, അല്ലെ ഡോളർ എന്ന് അമേരിക്കക്കാർ പറയുന്ന പോലെ കൂന. അവർ തമാശ ഒരു കഥ പറയുന്നുണ്ട്. ഈ കൂനാകളെല്ലാം കൂടെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ചു. അപ്പം സ്വർഗത്തിൻ്റെ വാതിൽക്കൽ ക്യൂ നിൽക്കുകയാണ്. 1 കൂന, 2 കൂന, 3 കൂന, 10 കൂന, 100 കൂന, 500 കൂന, 1000 കൂന വരെയുണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ താക്കോലുമായിട്ട് ആരാ നിൽക്കുന്നത്? പത്രോസ്. അപ്പോൾ പത്രോസ് താക്കോലൊക്കെ ആയിട്ട് വന്നു. അവർ നോക്കി, ഒന്ന് ചിരിച്ചു. എന്നിട്ട് 1, 2, 3, 10, 15 പോകും സ്വർഗത്തിലോട്ട് പൊക്കോളാം. ഒന്നും പറയാതെ സ്വർഗത്തിലോട്ട് കടത്തി വിട്ടു. ഓടിച്ചു. സ്വർഗത്തിലോട്ട് പൊക്കോളാം. 50 കണ്ടപ്പം, എടാ നിന്നെയൊന്നും പള്ളി കാണാറില്ലല്ലോ. 50 കൂന വന്നപ്പോൾ ചോദിച്ചു, നിന്നെയൊന്നും പള്ളി കാണാറ് ഇല്ല. അതെ, കാഴ്ചഭവനിൽ സ്തോത്രക്കാഴ്ച എടുക്കുമ്പോഴേ ചെറിയ ചെറിയ തുട്ടുകളേ ഉള്ളൂ. ഈ വലുതൊക്കെ പോകുന്നത് എവിടെയാണ്? കള്ളുകടയിലും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലും മീൻ മേടിക്കാനും ഇറച്ചി മേടിക്കാനൊക്കെയാണ് 100 നോട്ടും 500 നോട്ടും 1000 നോട്ടും ഒക്കെ പോകുന്നതേ. ഹല്ലേലൂയ. ഇവിടെ കൊടുക്കുമ്പം 5 രൂപ മതി, അല്ല 10 രൂപ, അല്ല 25 രൂപ. നിങ്ങൾ ഓർക്കും മഞ്ഞാക്കച്ചൻ പണ്ടത്തെ പോലെ തണ്ടാൻ തുടങ്ങി. തണ്ടുകയല്ല, സത്യം തുറന്ന് പറയുകയാണ്. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും ആളുകളെ തുറന്ന് എനിക്ക് തന്നുകൊണ്ടാണ് ഈ കാഴ്ചഭവൻ ഉണ്ടായത്. അത് നന്ദിയുണ്ട്. അവരൊക്കെ പലരും മരിച്ചുപോയി. ഹല്ലേലൂയ. ചിലരൊക്കെ ഉള്ളൂ ഇവിടെ, 1-2 പേരെ ഞാൻ കാണുന്നുള്ളൂ. പ്രിയമുള്ളവർ, ഈ കാഴ്ചഭവൻ വളർന്നത് ഇവിടുത്തെ ആളുകളുടെ തുട്ടുകൾ കൊണ്ടാണ്. ഹല്ലേലൂയ. വിദേശപ്പണം കൊണ്ടല്ല. ഞാനൊന്ന് പാടുമായിരുന്നു, കൊടയൻ നിനക്ക് നൽകപ്പെടുമെന്നൊക്കെ പറഞ്ഞ് തെണ്ടുമായിരുന്നു. ജനറസായിട്ട് കൊടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത് അതെ, ഇങ്ങനെ സംരംഭങ്ങൾ ഉണ്ടാക്കാനല്ല. എത്രയോ പാവങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്, ഒന്നിനൊന്നിന് വിഷമിക്കുന്നത്. എനിക്ക് ഒത്തിരി വിഷമം. എനിക്ക് അതിന് മാത്രം പൈസ വന്നില്ല. ഇവിടെ ഒന്ന് ആളുകൾ വെച്ചു, ആശുപത്രിയിൽ പോകാൻ പണമില്ല, വില വെക്കാൻ പണമില്ല, നനഞ്ഞു കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ ഇടയ്ക്ക് വരുന്നത്. എൻ്റെ ഞാൻ യൂറോപ്പിൽ നിന്നപ്പോൾ കണക്കിന് രൂപ കൊണ്ടുവന്നും കണ്ടുണ്ടോ? ഞാൻ രൂപ മേടിക്കാൻ പോകുന്നതല്ല, ഞാൻ വചനം കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ വണ്ടിക്കൂലി എല്ലാം ചക്കാത്തി കിട്ടി ഓരോരുത്തർ തരും, അതുകൊണ്ട് പോകുന്നു. ഇവിടെയൊക്കെ പറയുന്നില്ല. ഇപ്പം ഞാൻ പറയുന്ന കാര്യം, പ്രിയമുള്ള എത്ര പാവങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ സമർത്ഥമായി തിന്ന് കുടിച്ച് അത് പോരാഞ്ഞിട്ട് എൻ്റെ അച്ഛാ ഇപ്പോഴും കടത്തിലാണ് നിൽക്കുന്ന ഒരാൾ. അത് ഏറ്റുമാനൂർ തന്നെയാണെങ്കിൽ വലിയ കെട്ടിടമുണ്ട്, 4 നില കെട്ടിടം. ആ മക്കൾ 3 പേരും പുറത്താണ്, 2 പേര് ദുബായിൽ, ഒരാൾ അമേരിക്കയിൽ. ഇട്ടുമുടാൻ പണം ഉണ്ടെന്ന് അമ്മച്ചി വന്ന് പറയാണ്, അച്ഛാ സാമ്പത്തികമായ ബുദ്ധിമുട്ട്, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് ആലോചിക്കണം. ഇതാ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ. കിട്ടിയത് പോരാ 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 പോരാ. കർത്താവിനോട് പറയാം, എനിക്ക് പോരാന്ന്. അതെ, വല്ലപ്പോഴും കൊണ്ട് കാണുന്ന ഈ പട്ടിണി പാവങ്ങളെ കഞ്ഞിക്കരിയില്ലാതെ എത്രയോ പേര് ആത്മഹത്യ നമ്മുടെ കേരളത്തിൽ.
അതായത് വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ ഒത്തുപിടിയില്ലാതെ കടം കയറി മുടിഞ്ഞു. ഞാൻ പറഞ്ഞ വലിയ കോടിക്കണക്കിന് കടമെടുത്തവനും വന്നിന്ന് എന്നെ കാണാനായിട്ട്, ബിസിനസ് നടത്തിയത്. ഞാൻ പറഞ്ഞു ബിസിനസ് കോടിക്കണക്കിന് എറിയും, കോടിക്കണക്കിന് വന്നും പോയിരിക്കും, അത് ഞാൻ പ്രാർത്ഥിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു അതല്ല, ഒരുപക്ഷെ കൃഷിക്കാരനായിരിക്കാം, ചെറിയ കടയെല്ലാം നിന്നുപോയി. ഇപ്പം വലിയ വലിയ ലുലു മാർക്കറ്റൊക്കെ വന്ന് ഇന്ന് കടകൾക്കൊന്നും സ്ഥാനമില്ല. എല്ലാവരും വലിയ വലിയ മുന്തി കടയിലേക്കേ പോകുള്ളൂ. അങ്ങനെ ഒത്തിരി പേര് വിഷമിക്കുകയാണ്, ഭാര്യയും മക്കളെ എങ്ങനെ തത്തിച്ചുകൊണ്ട് പോകാമെന്ന്. അങ്ങനെയുള്ളവരൊക്കെ ഒരു കൈ സഹായിക്കാൻ ക്രിസ്മസൊക്കെ വരുമ്പോൾ ഇത് ചിന്തിക്കേണ്ട ഒന്നാണ്. ഇതാണ് ഞാൻ യൂറോപ്പിൽ വിഭിന്നമായിട്ട് കാണുന്നത്. അവർക്ക് ഈ നോയമ്പെന്ന വാക്കില്ല, അവർക്ക് ഒരു നേരമൊക്കെ അല്ല ഇറച്ചി തിന്നാഴിയേ ഇല്ല. എല്ലാം സുഖമായിട്ട് ക്രിസ്മസിൻ്റെ ഈ 25 ദിവസവും കഴിക്കും. പക്ഷെ ഒരു കാര്യം ചെയ്യും, ദിവസവും കുറേ ഭാഗം മാറ്റി വെക്കും. പണമായിരിക്കാം, സാധനം പാവങ്ങൾക്ക് കൊടുക്കാൻ. ഇപ്പോൾ ഒത്തിരി അഭയാർത്ഥികളുള്ളതുകൊണ്ട് അവർക്ക് കൊടുക്കും. പണ്ട് കാലങ്ങളിൽ ഇന്ത്യ പാവപ്പെട്ട രാജ്യമെന്നും പറഞ്ഞ് അയക്കുമായിരുന്നു. ഇപ്പോൾ ഇന്ത്യ പാവപ്പെട്ട രാജ്യമല്ല, കാരണം ഏറെ ബോംബുകളുള്ള രാജ്യമാണ്. അതുകൊണ്ട് ആരും ഇവിടെ തരില്ല. ഇപ്പം അവർ ആഫ്രിക്കയൊക്കെ കൊടുക്കും. കുട്ടികളാണെങ്കിൽ എന്താണെന്നറിയാമോ, അവരുടെ പഴയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അവർ കളിച്ച കളിപ്പാട്ടങ്ങൾ പള്ളിയുടെ അടുത്തും റോഡിലും വെച്ച് വിൽക്കുകയാണ്, പകുതി വിലയ്ക്ക് 4 വിലയ്ക്ക്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഈ കുട്ടികളുടെ മനസ്സ്, പാങ്ങളെ സഹായിക്കാനുള്ള മനസ്സുകൊണ്ട് ഈ സാധനം മേടിച്ചില്ലെങ്കിലും പൈസ കൊടുക്കും. ഹല്ലേലൂയ. എന്നിട്ട് അവർ പോയിട്ട് അയക്കുകയാണ് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി, പാവപ്പെട്ട രാജ്യങ്ങളിലേക്ക്. അതുപോലെ അവർ ഐസ്ക്രീം അല്ലെങ്കിൽ പുഡിങ്, മധുരപലഹാരങ്ങൾ വേണ്ടാന്ന് വെക്കും. അത് ഒരു നേരമായിട്ടല്ല, മോട്ടിഫിക്കേഷൻ ആത്മനിയന്ത്രണത്തിനുമല്ല, പാവങ്ങൾക്ക് കൊടുക്കാനായിട്ട്. ഹല്ലേലൂയ. പിന്നെ ഏറ്റവും ചെയ്യുന്നത്, ഈ കുബേരന്മാരായിട്ടുള്ളവർ വീട് തോറും കയറി നടക്കും. എന്തിനെന്നറിയോ? തെണ്ടാൻ. ക്രിസ്മസിന് തെണ്ടുക, കാശ് മേടിക്കാൻ. ആരും കൊടുക്കും. ഈ പിള്ളേർ ഒന്നെങ്കിൽ സ്കൂൾ കുട്ടികൾ, കോളേജിലെ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് അഹങ്കാരമൊന്നുമില്ല. അവർ പറയും അത് ആഫ്രിക്കയ്ക്ക് കൊടുക്കാനാണ്, ഇന്ത്യക്ക് കൊടുക്കാനാണ്, അല്ലെ അഭയാർത്ഥികൾക്ക് കൊടുക്കാൻ. അപ്പോൾ അവർ കൊടുക്കും. അത് ഈ 25 ദിവസവും ഇപ്രകാരം കൊടുക്കലിൻ്റെ സമയവും ആ കൊടുക്കലിലുള്ള സന്തോഷവും. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന 3-4 പേരെങ്കിലും ഉണ്ട് അപ്രകാരം. അത് ഞാൻ അവർ വഴിയായിട്ട് ഓരോ മാസവും പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നവർ വേറെ പലരും ഉണ്ട്. അത് ഞാൻ അവർ എന്നോട് പറയുമ്പോൾ ഞാൻ അത് നാട്ടിലെ ആളിൻ്റെ അഡ്രസ്സും കൊടുക്കും, അവർ അയച്ചു കൊടുക്കും. ഞാൻ പറയാൻ കാരണം, കൊടുക്കുന്നതിനുള്ള സന്തോഷം ഞാൻ അങ്ങനെ കാണുന്നത് ഇത് ഇവിടെ കാണില്ല. ഇവിടെ കിട്ടാത്തവരുടെ ബുദ്ധിമുട്ടായി എല്ലാം വരുന്നത്. പോരാ പോരാ പോരാ, എന്തേലും ഉണ്ടെങ്കിലും പോരാ, ബാങ്കൊക്കെ നിറഞ്ഞു കിടക്കാണെങ്കിലും പോരാ, കർത്താവെ കൂടുതൽ തരണമേന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെ കർത്താവ് കേൾക്കും? പാവങ്ങളുടെ നിലവിളിയാണ് കർത്താവിന് മുമ്പിൽ എത്തുന്നത്. നോക്കുക, അതെ, 1 യോഹന്നാൻ 4 കർത്താവ് നിങ്ങളോടും എന്നോടും പറയുന്നത്, 2 ഉടുപ്പുള്ളവൻ 1 കൊടുക്കട്ടെ, ആഹാര സാധനമുള്ളവരും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. ആമേൻ. അങ്ങനെ ഒരാളെങ്കിലും എൻ്റെ കേരളക്കരയിലുണ്ടോ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട എൻ്റെ കർത്താവ് സ്തോത്രം പറയുന്നവർ? ഹല്ലേലൂയ. അതെ, ഇതൊക്കെ ആത്മശോധന ചെയ്ത് ചിന്തിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഉദാഹരണം, എനിക്ക് ക്യാൻസർ വന്നു, എനിക്ക് രോഗം വന്നു, ഞാൻ ആകലപ്പെടും. എത്ര പേരാ ക്യാൻസറായി കിടക്കുന്നതിൻ്റെ അയൽവക്കത്ത് പോലും ദൈവമേ. അപ്പോൾ ഞാൻ ഈ ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് വേണ്ടിയല്ലേ ഞാൻ പ്രാർത്ഥിക്കണം? ഇത് ബഹളം വെക്കുക. അതുപോലെ എന്തെങ്കിലും ഒരു കുറവുണ്ടാകുമ്പം ഒന്ന് ചുറ്റും ഒന്ന് നോക്കുക, എത്ര പേര് അതേ രീതിയിൽ വിഷമിക്കണം. പ്രിയമുള്ള, ഞാൻ ഈ വീൽ ചെയറും കൊണ്ട് പോകുമ്പോൾ ഞാനത് ആലോചിക്കുന്നത്, ഇപ്പോൾ എനിക്ക് മിടുക്കനായിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് സംസാരിക്കാനേലും പറ്റും, അതുപോലും ഇല്ലാത്ത എത്രയോ പേരാണ് അടകിടപ്പ് കിടക്കുന്നത്. ഇനി ആരെങ്കിലും തള്ളിക്കൊണ്ട് പോകാനുണ്ട് ദൈവമേ, അതുപോലും ഇല്ലാത്ത എത്ര പേരുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ഇല്ലാത്തതോർത്ത് ദുഃഖിച്ച് മനസ്സും പുണ്ണാക്കി ദൈവത്തെ ശപിച്ച് മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തി വിധിയും പഠിച്ചു പോകേണ്ടവരല്ല. പിന്നെ ഉള്ളത് കൊണ്ട് തൃപ്തി കർത്താവേ സ്തോത്രം എന്ന് പറയാൻ ഒന്ന് പുഞ്ചിരിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. ഏറെ കാര്യങ്ങൾ പറയുകയാണ് നമ്മൾക്ക്. ആ ഈശോയെ കണ്ടുമുട്ടാം ഈ ആഗമന കാലത്ത്. നിങ്ങളെന്ത് പ്രക്രിയകളും ചെയ്തു മതത്തിൻ്റെ, ഞാനതിനൊന്നും എതിരല്ല. പക്ഷേ മതത്തിന് അതീതമായിട്ട് ഹൃദയത്തിലേക്ക് ഈശോ പറക്കാനായിട്ട് ആ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കുക. ആ ഹൃദയത്തിൽ, അന്തരാത്മാവിൽ, നിൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്തെല്ലാം വ്യതിയാനങ്ങൾ വരണം എന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും.
ആ പരിശുദ്ധാത്മാവിൻ്റെ വചനം കേട്ടുകൊണ്ട് അത് ഒരു കൊടുക്കാനുള്ളതായിരിക്കാം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനായിരിക്കാം, ആരെയും ഭയപ്പെടാതെയും ആരെയും മെക്കിടാതെയും ഒന്ന് സ്നേഹപൂർവ്വം അനുരഞ്ജനപ്പെട്ട് ജീവിക്കുവാൻ. അച്ഛന്മാർ പള്ളിയിൽ വെച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ ഈ 4 മെഴുകുതിരി ഞായറാഴ്ച കത്തിക്കുമ്പോൾ തന്നെ ഓർക്കുക, ആ പ്രതീക്ഷ, ആ അനുരഞ്ജനം, സ്നേഹം, സന്തോഷം. ഹല്ലേലൂയ. ഇതൊക്കെയാണ് കർത്താവ് അത് ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് നൽകിയതും നമ്മൾ അതാണ് ഓരോ ദിവസവും അനുഭവിക്കേണ്ടതും. അതെ, ക്രിസ്മസോ ആഗമനകാലമോ നോയമ്പോ ആണ്ടുതോറും ഇങ്ങനെ ഒരു ചരിത്ര സംഭവം ഓർത്ത് ആഘോഷിക്കേണ്ടതല്ല. പിന്നെയോ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ചരിത്രാതീതമായി നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശിഷ്യത്വം കണ്ടുപിടിച്ച് കർത്താവിനോട് ചേർന്ന് എമ്മാനുവേലാകുന്ന കർത്താവിനോട് ചേർന്ന് അത് യഥാർത്ഥ ഉത്തമ ക്രൈസ്തവ ജീവിതം ജീവിക്കുവാനുള്ള ഒരു ദത്തശ്രമമായിരിക്കട്ടെ, ഒരു പരിശ്രമമായിരിക്കട്ടെ നടക്കുന്നത്. ആഗ്രഹം പോരാ, അത് ചെയ്യണം. അത് ഞാൻ ഈശോയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുമെന്നല്ല ആലോചിക്കേണ്ടത്, പിന്നെയോ എനിക്ക് എന്ത് ഈശോയ്ക്ക് കൊടുക്കാൻ കഴിയും. ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ്. അതെല്ലാം അത് ആണ് ഈശോ ആഗ്രഹിക്കുന്നത്. അത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ആഗമനകാലം ഏറെ പ്രാർത്ഥനയിലൂടെ നമ്മളെ അവഗാഢമായിട്ട് ആത്മശോധന ചെയ്ത് പരിവർത്തനം വേണ്ടത് പരിവർത്തനം നടത്തപ്പെട്ട് അത് പരിവർത്തനം നടത്തി അവിടുത്തെ കണ്ടുമുട്ടിയ ഒരു ജീവിതം ഈശോയെ ഞാൻ കണ്ടു എന്ന്. ഒരു നിമിഷം ശാന്തമായി കണ്ണുകൾ അടയ്ക്കാം. കേട്ട വചനത്തിൽ ഏതെങ്കിലും സ്പർശിച്ചുവെങ്കിൽ ഒന്ന് ധ്യാനിക്കാം മനസ്സിൽ. യേശുവിനെ എനിക്ക് കാണണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം. ഒരു പാട്ടുണ്ട്, എനിക്കറിയാം, അറിയത്തില്ല, മറക്കുന്നു. സിവി മോനെ അറിയാം മോനെ, യേശുവിനെ കാണണം. യേശുവിനെ കാണണം, എനിക്കേശുവിനെ കാണണം. തീവ്രമായി ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണണം. യേശുവിനെ കാണണം, എനിക്കേശുവിനെ കാണണം. തീവ്രമായി ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണണം. സ്നേഹപിതാവേ, കണ്ണുകൾ തുറന്നു തരണേ. പരിശുദ്ധാത്മാവേ, കണ്ണുകൾ തുറന്നു തരണേ. എനിക്കേശുവിനെ കാണണം, എനിക്കേശുവിനെ കാണണം. യേശുവിനെ കേൾക്കണം, എനിക്കേശുവിനെ കേൾക്കണം. തീവ്രമായി ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കേൾക്കണം. സ്നേഹപിതാവേ, കാതുകൾ തുറന്നു തരണേ. പരിശുദ്ധാത്മാവേ, കാതുകൾ തുറന്നു തരണേ. എനിക്കേശുവിനെ കേൾക്കണം. യേശുവിനെ ആസ്വദിക്കണം, എനിക്കേശുവിനെ ആസ്വദിക്കണം. തീവ്രമായി ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ ആസ്വദിക്കണം. സ്നേഹപിതാവേ, കൃത്തടം തുറന്നു തരണേ. പരിശുദ്ധാത്മാവേ, കൃത്തടം തുറന്നു തരണേ. സ്നേഹപിതാവേ, കൃത്തടം തുറന്നു തരണേ.
പരിശുദ്ധാത്മാവേ ഹൃത്തടം തുറന്നു തരേണേ എനിക്കേശുവിനെ ആസ്വദിക്കണം എനിക്കേശുവിനെ ആസ്വദിക്കണം തുടർന്ന് അതെ സ്തോത്ര കാഴ്ചയൊക്കെ അത് അച്ഛാ ഉണ്ടോ ഇവിടെ ചുമരുണ്ടോ ആലോചിച്ചും വന്ന് അത് നടത്തും. അതിനുശേഷം ആരാധനയും പ്രാർത്ഥനയുണ്ട്.